കർത്താവിന്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ ഓൺലൈൻ സൺഡേ സ്കൂളിന്റെ 3ാമത് വാർഷികമാണ് ഇവിടെ നടക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത പോലെ ദൈവം നമുക്കിന്ന് അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുക്കി തന്നു. എല്ലാ കുഞ്ഞുങ്ങളെയും പേരൻസിനെയും സുവിശേഷം ബാലസംഘം പത്തനംതിട്ട സെന്ററിന്റെ പ്രവർത്തനങ്ങളിൽ വിവിധ നിലകളിൽ സഹകരിക്കുന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ ഈ സൺഡേ സ്കൂൾ ആനിവേഴ്സറി വളരെ അനുഗ്രഹകരമായി തീരുവാൻ ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. നമുക്കറിയാം, കോവിഡ് മഹാമാരി ലോകത്തെ മുഴുവനും ഭീതിയിലാഴ്ത്തിയപ്പോൾ നമുക്ക് സഭാ ഹാളുകളിൽ പോകുവാനോ സൺഡേ സ്കൂളിൽ പോകുവാനോ ഒന്നും കഴിയാത്ത പ്രത്യേകമായ ഒരു സാഹചര്യം സംജാതമായപ്പോൾ നമ്മൾ വളരെ ദൈവകൃപയിൽ ആശ്രയിച്ച് ആരംഭിച്ച ഒരു ശുശ്രൂഷയാണ് ഈ ഓൺലൈൻ സൺഡേ സ്കൂൾ എന്ന് പറയുന്നത്. ആദ്യ സമയങ്ങളിൽ നമുക്കറിയാം 500ഓളം വിദ്യാർത്ഥികൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉണ്ടായിരുന്നു, കേരളത്തിന് വെളിയിൽ നിന്നും ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് സഭകളൊക്കെ തുറന്നു, സൺഡേ സ്കൂളുകളൊക്കെ പലയിടത്തും ആരംഭിച്ചു. അതുകൊണ്ട് അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ അതിൽ പ്രോത്സാഹിപ്പിച്ചു. ഇന്ന് കുഞ്ഞുങ്ങളുടെ എണ്ണം വളരെ കുറവാണ്, എങ്കിലും 1ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ മുടങ്ങാതെ നടക്കുവാൻ ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ എല്ലാ കരുതലുകളെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് 3ാമത്തെ ആനിവേഴ്സറി എന്നുള്ള നിലയിൽ ഇന്ന് ആരംഭിപ്പാൻ കർത്താവ് സഹായിച്ചു. 4ാമത്തെ വർഷം നമ്മൾ ഒരാഴ്ച മുമ്പ് ആരംഭിച്ചു. ആനിവേഴ്സറിക്ക് നടത്തുവാനായിട്ട് ചില അസൗകര്യങ്ങൾ വന്നതുകൊണ്ടാണ് ഒരു ദിവസം നമ്മൾ മുന്നോട്ടാക്കിയത്. എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ഈ ഇന്നത്തെ ഈ മീറ്റിങ്ങിന് അനുഗ്രഹത്തിനായി ബ്രദർ മോനച്ചൻ എബ്രഹാം മല്ലശ്ശേരി പ്രാർത്ഥിക്കുന്നതാണ്. അദ്ദേഹം പ്രാർത്ഥിച്ച് നമുക്ക് ഇന്ന് തുടങ്ങാം. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധപിതാവാം ദൈവമേ, നന്ദിയോടെ അങ്ങ് സ്തുതിക്കുന്നു, അങ്ങേ മഹത്വപ്പെടുത്തുന്നു. തന്റെ പുത്രനും ഞങ്ങളുടെ രക്ഷിതാ കർത്താവായ യേശുക്രിസ്തുവിനോട് നന്ദി പറയുന്നു. എളിയവർക്ക് ഈ അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദി അവിടെ തരുവാൻ പ്രസാദം തോന്നി ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഞങ്ങള് ചിന്തിച്ചു പോലെ കർത്താവെ, കോവിഡ് എന്ന മഹാമാരി വന്നപ്പോൾ എന്ത് ചെയ്യണം അറിയാതെ ആകെ വിഷമത്തിന്റെ വേളയില് ഇതിന്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത പേരിനനുസരിച്ച് ഈ ഓൺലൈൻ സൺഡേ സ്കൂൾ ആരംഭിക്കുന്ന ഇടയാക്കി നന്ദിയോടെ സ്തോത്രം. അത് അനേക കുഞ്ഞുങ്ങൾക്ക്, കുടുംബങ്ങൾക്ക്, വ്യക്തികൾക്ക്, സഭകൾക്ക് അനുഗ്രഹമായ നിലയിൽ ഈ സൺഡേ സ്കൂൾ മുഴുവൻ ഇടയാക്കി ഓർത്ത് നന്ദിയോടെ സ്തോത്രം. ദൈവാത്മാവിന്റെ പേരിനാൽ ആ കാര്യങ്ങൾ ഇന്നുവരെ ക്രമീകരിക്കിടയാക്കി ഓർത്ത് നന്ദിയോടെ സ്തോത്രം. ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും നന്ദിയോടെ സ്തോത്രം. പിതാവേ, ഇത് സംബന്ധിക്കുന്ന മാതാപിതാക്കളെയും ടീച്ചേഴ്സിനെയും ഉത്തരവാദിത്വം വഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട കർത്താവിനെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഈ സൺഡേ സ്കൂളിന്റെ ആനിവേഴ്സറി, 3ാം ആനിവേഴ്സറി ഇന്ന് ഇവിടെ നിവർത്തിക്കാൻ തക്കോണം ഇടയാക്കുന്ന ഓർത്ത് നന്ദിയോടെ സ്തോത്രം. ഇത് ചെയ്യുമ്പോൾ കർത്താവ് നന്ദി അല്ലാതെ ഞങ്ങൾക്ക് വേറെ ഒന്നും പറയാനില്ല. കർത്താവ്, നീ ഞങ്ങൾ കാണിച്ച ദൈവകൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു. നീ കുഞ്ഞുങ്ങളെ തന്നു, കുഞ്ഞുങ്ങൾ സത്യത്തിൽ പാതയിൽ വളർത്തിയെടുക്കാൻ തക്കോണം ദൈവമേ ഞങ്ങൾക്ക് ഇടയാക്കുന്ന ഓർത്ത് നന്ദിയോടെ സ്തോത്രം. ഇതിൽ കൂടെ ദൈവനാമത്തോടെ ആ കർത്താവിനെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ മീറ്റിംഗിന്റെ ആദ്യ അന്ത്യം വരെ കർത്താവ് നിന്റെ കൃപയും നിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന അങ്ങയുടെ ബലപ്പെട്ട ദാസൻ പി ജി എം സുവരനോർത്ത് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ദാസൻ എന്ന കരുണ കാണിക്കാൻ സഹായിക്കുകയും ചെയ്യണമേ. തുറന്നു കിടക്കേണ്ട ശുശ്രൂഷ ലീഡ് ചെയ്യുന്ന, ഇതിനെ ക്രമീകരണം ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് സഹായിക്കുകയും ചെയ്യണമേ. ഒരു പ്രാവശ്യം ഞങ്ങൾ താഴ് സ്വാമി കർത്താവെ, ഈ മീറ്റിംഗ് മുഖാന്തരവും ഈ ശുശ്രൂഷ മുഖാന്തരവും പിതാവെ ഏറ്റവും അനുഗ്രഹമെന്നവടെയാക്കി സഹായിക്കും. വലിയ ദിവസം കർത്താവെ തുറന്നും കുഞ്ഞുങ്ങൾ പഠിച്ച് ദൈവനാമത്തിനായി ജീവിക്കിടയാക്കി ഞങ്ങൾ സഹായിക്കുകയും ചെയ്യണമേ. ഇതിൽ കൂടെ ഞങ്ങളുടെ സ്ഥലസഭകൾ, കുടുംബങ്ങൾ, വ്യക്തികൾ ദൈവനാമോ ജീവിക്കിടയാക്കി സഹായിക്കുകയും ചെയ്യണം. തിരുനാമത്തെ മോത്ത് പ്രാവശ്യം കൂടെ ഞങ്ങൾ താഴ് സമർപ്പിക്കുന്നു. സകലമോത്വവും അവിടുത്തെ പാദത്തിൽ, സകലവും ഞങ്ങളുടെ രക്ഷിതാ കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ ഏറ്റവും മഹത്വമുള്ള നാമത്തിൽ തന്നെ. സുവിശേഷം ബാലസംഘം പത്തനംതിട്ട സെന്ററിന്റെ വൈസ് പ്രസിഡന്റ് കൂടെയാണ് പ്രിയ മോനച്ചനങ്ങൾ. നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഇനി നമുക്ക് എല്ലാവരെയും ഔദ്യോഗികമായി സ്വാഗതം ചെയ്യുവാനായി പത്തനംതിട്ട സെന്റർ സെക്രട്ടറി ബ്രദർ ലിജോ പി വർഗീസിനെ ക്ഷണിച്ചുകൊള്ളും. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഈ സമയത്ത് ഈ ആനുവൽ ഡേയോ നമ്മുടെ സൺഡേ സ്കൂളിന്റെ ആനുവൽ ഡേയോടനുബന്ധിച്ച് ഇത്രയും പേർക്ക് സൂമിൽ കൂടി വരുവാൻ ദൈവം ഇടയാക്കിയവർ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ഏറ്റവും അനുഗ്രഹമായ ഒരു ശുശ്രൂഷയാണ് സൺഡേ സ്കൂൾ എന്ന് പറയുന്നത്. അനേക കുഞ്ഞുങ്ങൾക്ക് അതിൽ പഠിക്കുവാനും ഇടയായി.
അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എന്റെ കർത്തവ്യം സ്വാഗതം പറയുക എന്നുള്ളതാണ് ഇതിന്റെ ശുശ്രൂഷയുടെ MC ആയിട്ടിരിക്കുന്ന പ്രിയ ജെയിംസ് ചാനെ ശുശ്രൂഷയിലെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഓപ്പണിംഗ് പ്രെയർ ചെയ്ത പ്രിയ മോനച്ചാൻ, അതുപോലെ തന്നെ ഇതിന്റെ ഇനിയും ലീഡ് ചെയ്യുന്ന പ്രിയ ധർമ്മരാജ് ബ്രദർ, ഗോഡ്സൺ ബ്രദർ, തുടർന്ന് പല ശുശ്രൂഷകൾ ചെയ്യുന്നവരെ അവരെ എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ ശുശ്രൂഷയിൽ ഏറ്റവും അനുഗ്രഹമായിരിക്കുന്നത് കുഞ്ഞുങ്ങളാണ്. അവരുടെ പല പ്രോഗ്രാമുകളുണ്ട്. അതുപോലെ തന്നെ പലരും ഇതിൽ സംബന്ധിക്കുന്നുണ്ട്, മാതാപിതാക്കൾ, മറ്റ് അനേകർ. അവരെല്ലാം ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തുടർന്നും ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ കഴിഞ്ഞ ഒരു വർഷം ഈ പ്രവർത്തനങ്ങൾ ദൈവം അനുഗ്രഹകരമായി നടത്തുവാൻ ദൈവം കൃപ ചെയ്തു. SBS പത്തനംതിട്ട സെന്ററിന്റെ ചുമതലയിൽ ധാരാളം മിനിസ്ട്രികൾ നടക്കുന്നുണ്ട്. അതിലൊന്ന് ഒരു ശുശ്രൂഷയാണ് സൺഡേ സ്കൂൾ എന്ന് പറയുന്നത്. അതിന്റെ ഈ കഴിഞ്ഞ ഒരു വർഷത്തെ റിപ്പോർട്ട് ബ്രദർ നെവിൻ ടോം ജോൺ അവതരിപ്പിക്കുന്നതാണ്. അദ്ദേഹമാണ് സൺഡേ സ്കൂളിന്റെ കോർഡിനേറ്ററായി കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. റിപ്പോർട്ട് അവതരിപ്പിക്കുവാനായി ബ്രദർ നെവിൻ ടോം ജോൺ. SBS പത്തനംതിട്ട സെന്റർ ഓൺലൈൻ ബൈബിൾ സ്കൂളിന്റെ 3-ാം വർഷം 2023 വാർഷിക റിപ്പോർട്ട്. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കോവിഡ് മുഖാന്തരം ആരംഭിച്ച ഓൺലൈൻ ബൈബിൾ സ്കൂളിന്റെ 3-ാം വർഷം പൂർത്തിയാകുവാൻ ദൈവം സഹായിച്ചു. 14 ക്ലാസ്സുകളായി 150ഓളം കുഞ്ഞുങ്ങൾ സൺഡേ സ്കൂൾ പഠിക്കുവാൻ ഇടയായി തീർന്നു. 2023 ഫെബ്രുവരി മാസം പുതുതായി 3-ാം വർഷം തുടങ്ങുവാൻ വലുവനായ ദൈവം സഹായിച്ചു. എല്ലാ ഞായറാഴ്ചയും രാവിലെ 7 മുതൽ 8 മണി വരെയാണ് സൺഡേ സ്കൂൾ പ്രവർത്തിച്ചു വരുന്നത്. എല്ലാ ആഴ്ചയിലും പ്രാർത്ഥനയോടെ തുടങ്ങുകയും അതിനുശേഷം പുതിയ പാട്ടുകൾ പഠിപ്പിക്കുകയും ചെയ്തു വരുന്നു. പാട്ടുകൾ പഠിപ്പിക്കുവാനായി ബ്രദർ ധർമ്മരാജ്, ബ്രദർ ഗോഡ്സൺ വാലയിൽ, ബ്രദർ ബെൻ തോമസ് തുടങ്ങിയവരെ ദൈവം ഉപയോഗിച്ചു. തുടർന്ന് 7:20 മുതൽ 8 മണി വരെ ബ്രേക്ക് ഔട്ട് റൂം തിരിഞ്ഞ് 1 മുതൽ 12 ക്ലാസ്സുകൾ വരെയായി സിസ്റ്റമാറ്റിക് ആയിട്ട് ദൈവവചനം പഠിക്കുവാൻ സഹായിച്ചു. ബ്രദറൻ സൺഡേ സ്കൂൾ പാഠാവലിയാണ് പഠിക്കുവാനായി ഉപയോഗിക്കുന്നത്. 1 മുതൽ 12 ക്ലാസ്സുകളായി വിവിധ ഡിവിഷനുകൾ തിരിഞ്ഞ് 14 ക്ലാസ്സുകൾ നടത്തുവാൻ കഴിഞ്ഞ വർഷം ദൈവം സഹായിച്ചു. അധ്യാപകരായി 1 മുതൽ 12 വരെ ക്ലാസ്സുകളിൽ ഗോഡ്സൺ വാലയിൽ ശുഭ സിബി, സിസ്റ്റർ സോണി ഷിജോ, സിസ്റ്റർ ഷൈനി തോമസ്, സിസ്റ്റർ ഷൈനി അഭിലാഷ്, സിസ്റ്റർ സൂസൻ ധർമ്മരാജ്, സിസ്റ്റർ നിഷ തോമസ്, സിസ്റ്റർ നിസി ഗോഡ്ലി, ബ്രദർ വിൽസൺ വർഗീസ്, ബ്രദർ ബോബി മുക്കുട്ടതറ, ബ്രദർ റെജി കെ തോമസ്, ബ്രദർ ബിനു ഷാമുവേൽ, ബ്രദർ ധർമ്മരാജ്, ബ്രദർ സിബി വിശ്വനാഥ് എന്നിവർ ക്ലാസ്സുകൾ എടുത്തു. സബ്സ്റ്റിറ്റ്യൂട്ട് അധ്യാപകരായി ബ്രദർ എബി ഓമല്ലൂർ, ബ്രദർ ഷിജോ കുഞ്ഞുമോൻ എന്നിവരും ചില ക്ലാസ്സുകൾ എടുത്തു. ക്ലാസ്സുകൾ എടുക്കുക മാത്രമല്ല, ഇടയ്ക്ക് ക്ലാസ് ടെസ്റ്റുകൾ നടത്തുകയും ഈ വർഷത്തിൽ അവസാനം ആനുവൽ എക്സാമും നടത്തുവാൻ തക്കവണ്ണം വലുവനായ ദൈവം സഹായിച്ചു. ഓരോ ക്ലാസ്സുകൾക്കുമായി പ്രത്യേകം വാട്സപ്പ് ഗ്രൂപ്പുകൾ പ്രവർത്തിച്ചു വരുന്നു. ആ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ മനഃപാഠവാക്യം പറയുകയും എക്സാം നടത്തുകയും മറ്റ് ആക്ടിവിറ്റീസുകൾ നടത്തുകയും ചെയ്തു വരുന്നു. കഴിഞ്ഞ വർഷത്തെ ക്ലാസ്സുകൾ വിജയകരമായി പൂർത്തിയാക്കുവാൻ ദൈവം സഹായിച്ചു. ഇതിന്റെ പിമ്പിൽ അനേകർ പ്രവർത്തിക്കുന്നു. അവരെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ബ്രദർ ധർമ്മരാജ്, ബ്രദർ പ്രിൻസ് എന്നിവരുടെ പേരുകൾ പ്രത്യേകം ഈ സമയത്ത് ഓർപ്പിക്കുന്നു. അതോടൊപ്പം SBS പത്തനംതിട്ട പ്രസിഡന്റ് PG ജെയിംസ്, വൈസ് പ്രസിഡന്റ് മോനച്ചൻ എബ്രഹാം, സെക്രട്ടറി ലിജോ പി വർഗീസ്, ജോയിന്റ് സെക്രട്ടറിമാർ എബി കെ ജോർജ്, ബ്രദർ ഷോജി ജോർജ് എന്നിവരുടെ പിന്തുണയും ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഒരു വർഷമായി ദൈവകൃപ അനുഭവിക്കുവാൻ വലുവനായ ദൈവം സഹായിച്ചു. സൺഡേ സ്കൂൾ പഠിച്ച കുഞ്ഞുങ്ങൾ തുടർന്നും ദൈവകൃപയിൽ വളരുവാനും ദൈവസഭയ്ക്ക് അത് പ്രയോജനമായി തീരുവാനും എല്ലാ ദൈവമക്കളുടെ പ്രാർത്ഥന ചോദിച്ചുകൊണ്ട് ഈ 2023 ഓൺലൈൻ സൺഡേ സ്കൂൾ റിപ്പോർട്ട് ദൈവമക്കളുടെ മുമ്പാകെ സമർപ്പിച്ചുകൊള്ളും. സംക്ഷിപ്തമായ ഒരു വിവരണമാണ് ഇപ്പോൾ ഇവിടെ അവതരിപ്പിച്ചത്. ദൈവം നമ്മെ ഇത്രത്തോളം സഹായിച്ചു. നാം ഓർത്തതുപോലെ കുഞ്ഞുങ്ങളെ കർത്താവ് നമുക്ക് തന്നു. മാത്രമല്ല, വളരെ അനുഗ്രഹിക്കപ്പെട്ട ടീച്ചേഴ്സിനെ ദൈവം തന്നു. അവര് ഞായറാഴ്ച രാവിലെ ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി പല ദിവസങ്ങൾ മുമ്പ് തന്നെ പ്രിപ്പറേഷൻ ആരംഭിക്കും. അങ്ങനെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ആണ് ഈ സൺഡേ സ്കൂൾ നടന്നുകൊണ്ടിരുന്നത്. ദൈവം അതിന് കൃപ ചെയ്തു. ദൈവത്തിന്റെ എല്ലാ കരുതലുകളെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിനുവേണ്ടി പ്രാർത്ഥിച്ചവര്, അധ്യാപകരെല്ലാവരെയും ഓർത്ത് ദൈവത്തെ പ്രത്യേകമായിട്ട് സ്തുതിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി വിദ്യാർത്ഥികളുടെ വിവിധ പ്രോഗ്രാമുകൾ നടക്കുവാനായിട്ട് പോകുകയാണ്. നമ്മൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സമയങ്ങളാണ് ഇനി നമ്മുടെ മുമ്പിൽ വരുവാനായിട്ട് പോകുന്നത്. ഇനിയുള്ള കുഞ്ഞുങ്ങളുടെ പ്രോഗ്രാമുകൾ അത് ലീഡ് ചെയ്യുവാനായി ബഹുമാന്യരായ ധർമ്മരാജങ്ങളിനെയും ഗോഡ്സനങ്ങളിനെയും സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. അവരെ തുടർന്നുള്ള കാര്യങ്ങൾ ലീഡ് ചെയ്യുന്നതാണ്
ധർമ്മരാജങ്ങൾ, ഗോഡ്സനങ്ങൾ റെഡിയാണല്ലോ അല്ലേ? റെഡിയാണ്. റെഡി. ഓക്കെ ഓക്കെ. ഓക്കെ, ധർമ്മരാജങ്ങള് കാര്യമായിട്ട് എന്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. എന്താ എന്താ നോക്കിക്കൊണ്ടിരിക്കുന്നേ? കണ്ടാ, എന്താ അത്? നോക്കട്ടെ. ഒരു പെട്ടി നിറച്ച സമ്മാന. അയ്യോ, ഗിഫ്റ്റ് കിട്ടിയോ പുതുവർഷമായിട്ട്? ഇന്ന് എനിക്ക് കിട്ടിയ ഗിഫ്റ്റ് ആണ്. ഇന്നോ? ഇന്ന് രാവിലെ വേറൊരു സൺഡേ സ്കൂൾ ആനിവേഴ്സറി ഉണ്ടായിരുന്നു ഇവിടെ ഫിസിക്കൽ. അവിടുന്ന് കിട്ടിയ ഗിഫ്റ്റാ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവിടെ കൊണ്ടുവന്ന് നമ്മുടെ സൺഡേ സ്കൂൾ ആനിവേഴ്സറി തുറക്കാമെന്ന് വിചാരിച്ചു. ഓ, അപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ. ഞാനും ഇന്നൊരു സൺഡേ സ്കൂൾ ആനിവേഴ്സറിക്ക് പോയി. എനിക്കും കിട്ടിയ ഒരു ഗിഫ്റ്റ് കാണണം. അത് കേട്ടോ, വമ്പൻ ഗിഫ്റ്റാ, വലിയ ഗിഫ്റ്റാ വേണ്ടേ. അത് കൊള്ളാലോ. അതിനെ അപ്പൊ ഞാനും തുറന്നു നോക്കി. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്ത് നോക്കാം. നമ്മുടെ കൂട്ടുകാരുടെ മുമ്പിൽ വെച്ചിട്ട് എന്നാ തുറന്നു നോക്കിയാൽ അല്ലെ? എല്ലാരും ഇങ്ങനെ നോക്കിയിരിക്കുക എന്താണ് അങ്കിളമാർക്ക് കിട്ടിയത്. ഇന്ന് എനിക്ക് തൃശ്ശൂര് നെല്ലിക്കുന്ന് അസംബ്ലിയിലെ സൺഡേ സ്കൂൾ ആനിവേഴ്സറി ആയിരുന്നു. അവരെനിക്ക് ഇന്ന ഗിഫ്റ്റാണ്. ഓ, അത് ശരി. ഞാന് എടപ്പള്ളിയിലെ സൺഡേ സ്കൂൾ ആനിവേഴ്സറി ആയിരുന്നു. അവര് എനിക്കും ഗിഫ്റ്റ് ആണ്. അയ്യോ അതെന്തുവാ അത്? ഓ അങ്കിളെ, സൂപ്പർ ഫ്ലാസ്ക് ആണ്. സൂപ്പർ. ഓ, അടിപൊളിയാണല്ലോ. ഇത് കവറൊക്കെ പൊട്ടിച്ചാണ്. ഞാൻ പറഞ്ഞില്ല ഇന്ന് കിട്ടിയ ഗിഫ്റ്റ് ആണ്. സൂപ്പർ. ഞാൻ ഇങ്ങനെ ആഗ്രഹിച്ചാണ് ഇടയ്ക്ക് ചൂടുവെള്ളമൊക്കെ കൊണ്ടുപോകാൻ ഒരു ഫ്ലാസ്ക് വേണമല്ലോ. ഓ, അത് ശരി. എനിക്ക് ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആണ് കിട്ടിയത്. അതെന്താ കാണട്ടെ? ഞാൻ കാണിച്ചു തരാം, നോക്കട്ടെ. ഓക്കെ, കണ്ടോ, നല്ല മനോഹരമായ ഒരു ഗിഫ്റ്റ് ആണ് കിട്ടിയിരിക്കുന്നത്. എനിക്ക് കൊണ്ടുപോയി സോക്കേഴ്സിലൊക്കെ വെക്കാൻ പറ്റിയ നല്ല പേര്. എന്റെ പേരൊക്കെ ഉണ്ട് കേട്ടോ. എന്റെ പേരൊക്കെ ഇവിടെ രേഖപ്പെടുത്തുന്നത്. എഴുതി വെക്കാൻ പോകുന്നേ. ഓക്കെ. അപ്പൊ നമുക്ക് നല്ല പ്രയോജനപ്പെടുന്ന ഗിഫ്റ്റ് ഇന്ന് കിട്ടി അല്ലേ? അതെ അങ്കിളെ, നമുക്ക് നമ്മുടെ സൺഡേ സ്കൂൾ ആനിവേഴ്സറിയില് നമ്മള് മാത്രമല്ല ഗിഫ്റ്റുമായിട്ട് വന്നിരിക്കുന്നതെന്നാ തോന്നുന്നു. എനിക്ക് തോന്നുന്നേ നമ്മളെ സൺഡേ സ്കൂൾ സ്റ്റുഡൻസ് എന്തൊക്കെയോ ഗിഫ്റ്റ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. അവർ ഇന്ന് അൺബോക്സിംഗ് ദ ഗിഫ്റ്റ് എന്നാണ് നമ്മുടെ സൺഡേ സ്കൂൾ ആനിവേഴ്സറിയുടെ തീം എന്ന് പറയുന്നത്. ഓ, അതാണോ അങ്കിളുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് പിക്ചർ വന്നിരിക്കുന്നേ? കുറെ ഗിഫ്റ്റ് ഇന്ന് അൺബോക്സ് ചെയ്യാണ്. നമ്മുടെ ഓരോ ക്ലാസ്സിലെ കൂട്ടുകാര് ഇന്ന് നമുക്ക് ഓരോ ഗിഫ്റ്റ് തരാനായിട്ട് പോവാണ്. ഓ, അത് ശരി. ഓക്കെ. അങ്കിള് വയനാട്ടിലല്ലേ അങ്കിള്? അതെ, എന്റെ സ്വന്തം വീട് വയനാടാണ്. അവിടെ നല്ല രസമാണ് കാണാൻ അല്ലേ? എന്റെ അങ്ങളെ, ഒരു പൂപ്പലി എന്നൊക്കെ പ്രോഗ്രാം ഉണ്ട്. പൂക്കൾ കൊണ്ട് തന്നെ 16 ഏക്കർ നിറച്ചിരിക്കുകയാണ്. പിന്നെ നല്ല മലകള്, തടാകങ്ങള്, പച്ചപ്പ് നിറഞ്ഞ നല്ല തേയിലത്തോട്ടങ്ങള്, മഞ്ഞ്, അതിന്റെ ഇടയ്ക്ക് നല്ല ഫോഗ്, മഞ്ഞ്. എന്ത് രസാന്നറിയാമോ കാണാൻ? പക്ഷെ നമ്മുടെ കൂട്ടുകാരുണ്ടല്ലോ അങ്കിളിന്റെ വയനാട്ടിനെക്കാട്ടിലും സൂപ്പർ ആയിട്ടുള്ള ഒരു ദൈവത്തിന്റെ ഒരു ഗിഫ്റ്റിനെ കുറിച്ച്, സമ്മാനത്തെ കുറിച്ച് പറയാനായിട്ട് വരികയാണ്. അത് ശരി. അതെന്താണ്? നമുക്ക് ആ ഗിഫ്റ്റ് ഒന്ന് പൊട്ടിച്ചു നോക്കിയാലോ, എന്താണെന്ന് അറിയാലോ. ഏത് ക്ലാസ്സുകാരാ പറയുന്നത് അറിയാമോ? ഇതിനെ കുറിച്ച് പറയുന്നത് എനിക്ക് തോന്നുന്നത് മിക്കവാറും ഒരു 3ാം ക്ലാസ്സുകാരായിരിക്കും. ആണോ? ആണ്. നമുക്ക് നോക്കാം എന്ത് ഗിഫ്റ്റ് ആണ് അവര് പ്രസന്റ് ചെയ്യുന്നത്. ഓക്കെ, ശരി, നമുക്കത് കാണാം. അപ്പൊ കൂട്ടുകാരെ, നമ്മുടെ 3ാം ക്ലാസ്സുകാര് നമുക്ക് വേണ്ടി ഒരുക്കിയ ഗിഫ്റ്റ് നമുക്കൊന്ന് കണ്ടിട്ട് മടങ്ങി വരാം. ഞങ്ങൾ അവതരിപ്പിക്കുന്നു സൃഷ്ടി. 1-ാം ദിവസം ദൈവം വെളിച്ചമുണ്ടാക്കി. വെളിച്ചവും ഇരുളും തമ്മിൽ വേർപിരിച്ചു. വെളിച്ചത്തിന് പകലെന്നും ഇരുളിന് രാത്രിയെന്നും പേരിട്ടു. 2-ാം ദിവസം ദൈവം വിതാനം ഉണ്ടാക്കി. വിതാനത്തിന് കീഴെയുള്ള വെള്ളം
മീതെയുള്ള വെള്ളവും തമ്മിൽ വേർപിരിച്ചു. വിധാനത്തിന് ദൈവം ആകാശം എന്ന് പേരിട്ടു. മൂന്നാം ദിവസം ദൈവം സമുദ്രത്തെയും കരയെയും സസ്യങ്ങളെയും ഉണ്ടാക്കി. നാലാം ദിവസം ദൈവം പകൽ വാഴുവാൻ സൂര്യനെയും രാത്രി വാഴുവാൻ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഉണ്ടാക്കി. അഞ്ചാം ദിവസം ദൈവം ജലജന്തുക്കളെയും പക്ഷികളെയും ഉണ്ടാക്കി. ആറാം ദിവസം ദൈവം ജന്തുക്കളെയും മനുഷ്യനെയും ഉണ്ടാക്കി. ഒന്നാം ദിവസം വെളിച്ചം, രണ്ടാം ദിവസം വിധാനം, മൂന്നാം ദിവസം നദിയും കരയും പിന്നെ സസ്യങ്ങളും, നാലാം ദിവസം സൂര്യനും ചന്ദ്രനും, അഞ്ചാം ദിവസം ജലജീവി, ആ അഞ്ചാം ദിവസം പറവജാതി, ആറാം ദിവസം ജന്തുക്കൾ, അന്നു തന്നെ മനുഷ്യൻ, ഏഴാം ദിവസം ദൈവം പിന്നെ വിശ്രമിച്ചല്ലോ, ഏഴാം ദിവസം ദൈവം പിന്നെ വിശ്രമിച്ചല്ലോ. ഒന്നാം ദിവസം വെളിച്ചം, രണ്ടാം ദിവസം വിധാനം, മൂന്നാം ദിവസം നദിയും കരയും പിന്നെ സസ്യങ്ങളും, നാലാം ദിവസം സൂര്യനും ചന്ദ്രനും, അഞ്ചാം ദിവസം ജലജീവി, ആ അഞ്ചാം ദിവസം പറവജാതി, ആറാം ദിവസം ജന്തുക്കൾ, അന്നു തന്നെ മനുഷ്യൻ, ഏഴാം ദിവസം ദൈവം പിന്നെ വിശ്രമിച്ചല്ലോ, ഏഴാം ദിവസം ദൈവം പിന്നെ വിശ്രമിച്ചല്ലോ. പ്രിയ കൂട്ടുകാരെ, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ പ്രകൃതി എത്ര മനോഹരമാണല്ലേ. ദൈവം നമുക്ക് തന്നിരിക്കുന്ന സമ്മാനങ്ങളിൽ ഒന്നാണ് ഈ മനോഹരമായ പ്രകൃതി. ആ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. താങ്ക് യു. ഓ സൂപ്പർ! എത്ര മനോഹരമായിട്ടാണ് ദൈവത്തിന്റെ സൃഷ്ടിയെ കുറിച്ച് വിവരിച്ച് പറഞ്ഞത്. കൂട്ടുകാരെല്ലാരും ചേർന്ന് നല്ലൊരു ക്ലാപ്പ് കൊടുത്തേ. ഓ, പ്രകൃതി ദൈവത്തിന്റെ ഒരു ദാനമാണ് അല്ലേ അങ്ങളെ? അതെ, പ്രകൃതി, ഈ പ്രപഞ്ചം ദൈവത്തിന്റെ ദാനമാണ്, മനുഷ്യനുള്ള ദാനമാണ്. അങ്ങളെ നമ്മുടെ രചിയങ്ങളെ കാണാമല്ലോ. രചിയങ്ങൾ എന്തേ? ഹലോ രചിയങ്ങൾ. ഹായ് ഹായ്. ധർമ്മരാജങ്ങളെ, രചിയങ്ങളുടെ കയ്യിൽ ഇതേ നല്ല മനോഹരമായ ഒരു വാച്ച്. ഓ, എനിക്ക് തോന്നുന്നത് സമ്മാനമായിട്ട് കിട്ടിയതായിരിക്കും. അതെ അതെ അതെ, ഇതെനിക്ക് സമ്മാനമായിട്ട് കിട്ടിയതാ. ആ, എന്ത് നല്ല ഡിജിറ്റൽ വാച്ചാണ്, എന്ത് നല്ലതെന്നറിയാം. ഡിജിറ്റൽ വാച്ചാണോ അത്? പിന്നെ ഡിജിറ്റൽ വാച്ചാണ്. ഓ, അത് ശരി. എന്തെല്ലാം ഗുണമുണ്ടെന്നറിയാം. രാവിലെ ആഹാ. ഞാൻ നടക്കാൻ പോകും. രാവിലെ ഞാൻ നടക്കാൻ പോകുമ്പം എത്ര സ്റ്റെപ്പ് ഞാൻ നടന്നു എന്നുള്ളത് അറിയാം. ഓക്കെ. അത് മാത്രമല്ല എത്ര കലോറി എനിക്ക് എൻ്റെ ശരീരത്തിൽ നിന്നും പോയെന്നോ എനിക്കറിയത്തില്ല. എന്തെല്ലാം സാധനങ്ങളാണ് ഇതിനകത്ത് വർക്ക് ചെയ്യുക, എല്ലാം ഒന്നും എനിക്കറിയത്തില്ല. ഈ പക്ഷെ വാച്ച് ഫോണിൽ കണക്ട് ചെയ്യാവോ? പിന്നെ വാച്ച് ഫോൺ കണക്ട് ചെയ്യാം. എനിക്ക് കോൾ വരുമ്പോൾ ഗോഡ്സനങ്ങൾ എന്നെ വിളിച്ചാൽ, ധർമ്മനങ്ങൾ എന്നെ വിളിച്ചാൽ പെട്ടെന്ന് എനിക്ക് മനസ്സിലാവും ഇന്ന ആളാ വിളിക്കുന്നത് മനസ്സിലാവും. ഓ, അത് ശരി. എന്തെല്ലാം സെറ്റപ്പാന്നറിയോ ഇപ്പം പുതിയ. അപ്പൊ ഇതെല്ലാം പക്ഷെ എനിക്കൊരു ശരിക്കും ഈ വാച്ചിന്റെ പ്രയോജനം എന്താ? അൾട്ടിമേറ്റ് ഗോൾ എന്താ വാച്ച് കൊണ്ടുള്ളത്? ഇത് നമുക്ക് സമയം നോക്കാനാണല്ലോ ഇത് വളരെ പ്രധാനമായിട്ട് നോക്കുന്നത്. എപ്പോൾ സമയം എന്തായെന്ന് അറിയാം, കൃത്യമായിട്ട് അറിയാമല്ലോ. ഇപ്പൊ സമയം എന്തായെന്ന് അറിയാം, നമുക്ക് പോകേണ്ട സമയമായോ എന്നറിയാം. അതൊക്കെ കൃത്യമായിട്ട് അറിയാൻ പറ്റുന്നൊരു കാര്യമാണല്ലോ. ഓക്കെ. അപ്പം സമയത്തെ കുറിച്ച്, സമയം അറിയാനും സമയം എങ്ങനെ പ്രയോജനപ്പെട്ടു എന്ന് അറിയാനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് വാച്ച്, അല്ലേ? അപ്പൊ അതെ. മക്കളെ, ഈ 6ാം ക്ലാസ്സുകാര് ഉം. സമയം ദൈവത്തിന്റെ ദാനമാണ് എന്ന ഒരു കാര്യത്തെക്കുറിച്ച് എന്തോ ഒരു ബോക്സ്, ഒരു ഗിഫ്റ്റ് ആണ് നമുക്ക് തരാൻ വേണ്ടി പോകുന്നത്. അവരത് ഓപ്പൺ ചെയ്യാൻ പോവാ. ഓപ്പൺ ചെയ്യാൻ പോവാ. അപ്പൊ നമുക്ക് അതൊന്ന് കണ്ടിട്ട് വന്നാലോ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമുക്ക് കാണാം. ഓക്കെ. ദൈവം എല്ലാവർക്കും ഒരേപോലെ നൽകിയ സമ്മാനങ്ങളിൽ ഒന്നാണ് സമയം. ഈ സമയത്തിന്റെ പ്രത്യേകത എന്താണ്? നമുക്ക് നോക്കാം. ക്ലാസ് 6 അവതരിപ്പിക്കുന്നു ഇൻ ഹിസ് ടൈം. സമയത്തെ കുറിച്ചുള്ള ചില പ്രശസ്തമായ കൊട്ടേഷൻസ് നമുക്ക് നോക്കാം. The most two powerful warriors are
patience and time. Time is what we want most, but what we use worst. Time is more valuable than money. You can get more money, but you cannot get more time. All we must decide is what to do with the time that is given us. The lost time is never found again. നോക്കൂ, ലോകം സമയത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് എത്ര അധികം മനസ്സിലാക്കുന്നു. ഇനി ബൈബിൾ എന്താണ് സമയത്തെക്കുറിച്ച് പറയുന്നത് എന്ന് നോക്കാം. സഭാപ്രസംഗി 3:1. എല്ലാറ്റിനും ഒരു സമയമുണ്ട്. ആകാശത്തിന് കീഴിലുള്ള സകല കാര്യത്തിനും ഒരു കാലമുണ്ട്. കൊലോസ്യർ 4:5. സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് പുറത്തുള്ളവരോട് മര്യാദയായി പെരുമാറുന്നു. എഫെസ്യർ 5:16. ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളു. എബ്രായർ 4:16. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിൽ അടുത്തു ചെല്ലുക. സഭാപ്രസംഗി 3:11. അവൻ സകലവും അതിന്റെ സമയത്തു ഭംഗിയായി ചെയ്തു. സങ്കീർത്തനങ്ങൾ 90:12. ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. പ്രിയ കൂട്ടുകാരെ, ദൈവം നമുക്ക് നൽകിയ സമയം എന്ന ദാനം ദൈവത്തിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാം. In his time, in his time, he makes all things beautiful. In his time, Lord, please show me every day as you're teaching me your way, that you do just what you say in your time. In your time. In your time. You make all things beautiful. In your time. Lord, my life to you I bring. May each song I have to sing be to you a lovely thing. In your time. In his time. In his time. He makes all things beautiful. In his time. Lord, please show me every day as you're teaching me your way, that you do just what you say in your time. That you do just what you say in your time. എത്ര ഭംഗിയായിട്ടാണ് പ്രിയ കൂട്ടുകാര് സമയം ദൈവത്തിന്റെ ദാനമാണെന്ന് അവതരിപ്പിച്ചത് അല്ലേ റീജങ്ങളെ? അവിടെ അത് പറഞ്ഞപ്പം എനിക്ക് വളരെ സന്തോഷം തോന്നി. ഒരു കാര്യം എന്നെ വളരെ ടച്ച് ചെയ്തു. ആ ഗോഡ് ഈസ് ഡൂയിങ് ബ്യൂട്ടിഫുൾ ഇൻ ഹിസ് ടൈം. അപ്പൊ ദൈവത്തിന്റെ സമയത്താണ് ദൈവം എല്ലാം ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യുന്നത്. അവര് നല്ല മനോഹരമായിട്ട് ആക്ഷൻസും ചെയ്തല്ലേ? അതെ അതെ. എങ്ങനെ ഇത് അവരെ ഒരേ സമയത്ത് ഒരേപോലെ ചെയ്തു എന്നുള്ളത് എനിക്ക് ഭയങ്കര അതിശയമായി. കാരണം അവരുടെ ആക്ഷൻസ് ഒന്നും തെറ്റില്ല. ഞാൻ ഓരോരുത്തരെ നോക്കുമായിരുന്നു, എന്ത് കൃത്യമായിട്ടാണ് അവർ അത് ചെയ്തു എന്ന് നോക്കിയേ. അതെ അതെ. അപ്പൊ എന്തായാലും നമുക്ക് ആ കൂട്ടുകാർക്ക് വേണ്ടി നല്ലൊരു ക്ലാപ്പ് നമുക്ക് കൊടുക്കാൻ പറയാം നമ്മുടെ കൂട്ടുകാരോട് അല്ലേ? നമുക്കൊരു ക്ലാപ്പ് ചെയ്യാം. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നമ്മുടെ കൂട്ടുകാരെ എന്നാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ വിളിക്കാറുള്ളത്. അതെ അതെ എന്നാൽ നമുക്ക് ചില കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ അല്ലെ? അതെ. നമ്മുടെ ഫ്രണ്ട്സ് എന്തേ?
ധർമ്മരാജ് ഞങ്ങളോട് ചോദിച്ചു നോക്കാം നമ്മുടെ ഫ്രണ്ട്സ് എന്ത് ചെയ്യുമെന്ന്. ആരാ നമ്മുടെ ഫ്രണ്ട്സ് എന്ന് ചോദിച്ചു നോക്കാം. അതെ, ധർമ്മരാജങ്ങളെ, നമ്മള് കൂട്ടുകാരെ എന്ന് വിളിക്കുന്ന കുഞ്ഞുങ്ങളെയാണ്, പക്ഷെ നമുക്ക് ആക്ച്വലി കൂട്ടുകാരുണ്ടല്ലോ അല്ലെ? നമുക്ക് കൂട്ടുകാരുണ്ട്. നമ്മുടെ സൺഡേ സ്കൂളിൽ നമ്മള് ഒരുമിച്ച് ആദ്യം ഒരു 15 മിനിറ്റ് എല്ലാം കൂടി ഇരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ ഓരോ റൂമിലോട്ടൊക്കെ പോകും. അപ്പൊ ആ കൂട്ടുകാർ നമ്മുടെ പലപ്പോഴും നമ്മൾ അവരെ കാണുന്നില്ലല്ലോ, അവർ ക്യാമറ കാണുന്നില്ല. ഇപ്പൊ നമുക്കൊന്ന് കാണാം. അതെ, അപ്പൊ നമുക്ക് ആ കൂട്ടുകാരെ ഒന്ന് കണ്ടു നോക്കിയാലോ? തീർച്ചയായും. എല്ലാരും ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു. ഉള്ളവരുടെ പേര് വിളിച്ചാൽ ചിലപ്പോ ക്യാമറ ഓൺ ചെയ്യുമായിരിക്കും. ഓക്കെ. അന്ന് അങ്കിളുമാരൊന്ന് തപ്പി നോക്കി നമ്മുടെ കൂട്ടുകാര് ഇവിടെ ഉണ്ടോന്ന്. അല്ല, അപ്പൊ ഒരു സംശയം തോന്നുമായിരിക്കും നമ്മുടെ കൂട്ടുകാരാരാന്നുള്ളത്. അപ്പൊ ഞങ്ങള് ഇവിടെ പറഞ്ഞത് ഞങ്ങളുടെ കൂട്ടുകാരെന്ന് പറഞ്ഞത് നമ്മുടെ ടീച്ചേഴ്സ് ആണ് കേട്ടോ. അല്ല, ഉദാഹരണം പറയാം. ഇപ്പൊ റെജിയങ്കിൾ എന്റെ കൂട്ടുകാരനാണ്. അതെ, സൺഡേ സ്കൂളിലെ ഗോഡ്സൺ അങ്കിൾ എന്റെ കൂട്ടുകാരനാണ്. ഓക്കെ. അപ്പൊ നമുക്ക് നോക്കാം ആരെങ്കിലും ഉണ്ടോ. പല കൂട്ടുകാർ ഒളിഞ്ഞിരിപ്പുണ്ട്. അവരെ നമുക്ക് പതിയെ രംഗത്ത് കൊണ്ടുവന്നേക്കാം അല്ലേ? ടീച്ചേഴ്സ് നിങ്ങളുടെ ക്യാമറ ഒന്ന് ഓൺ ചെയ്യാമോ? നിങ്ങളെ ഒന്ന് കാണണം. നിങ്ങളെ ഒന്ന് മറ്റു സ്റ്റുഡൻസിനും കാണണം, ഞങ്ങൾക്ക് നിങ്ങളെ ഒന്ന് കാണണം. ഓക്കെ, വരുന്നു. ഓക്കെ, നമ്മുടെ സൂസൻ ആന്റി വന്നു. പിന്നെ ആരാണ്? പിന്നെ ജോണിക്കുട്ടിയാണോ? ടീച്ചറല്ല. ഓക്കെ, അപ്പൊ ഒരു കാര്യം ചെയ്യാം ഗോഡ്സണങ്കിൾ, നമുക്ക് ഇവരുടെ പേരൊക്കെ ഒന്ന് ചോദിച്ചാലോ? ഓക്കെ, അപ്പൊ അവരെ ഒന്ന് സ്പോട്ട്ലൈറ്റ് നമ്മളിന്ന് ചെയ്യാം. ഓക്കെ, റൈറ്റ്, പറഞ്ഞു. ഓക്കെ, അപ്പൊ നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ വന്നു. ശരിക്കും പറഞ്ഞാല് സൺഡേ സ്കൂളിലെ ഈ ഫ്രണ്ട്സ് എല്ലാരും കൂടെ ചേർന്നാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എന്നാൽ രചയങ്ങളെ ഒരു കാര്യം അറിയാമോ അങ്കളിനെ? ഫ്രണ്ട്സിനെ കുറിച്ചാണ് ഒരു ക്ലാസ് ടീം അവതരിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. ഏത് ക്ലാസ്സിലെ കൂട്ടുകാരാണെന്ന് അറിയാമോ? ഇവരെ നമുക്കൊന്ന് പരിചയപ്പെടണ്ടേ? അതെ, അവരെ ഒന്ന് പരിചയപ്പെട്ടാൽ നല്ലതാണ്. അതെ, അവരൊന്ന് പറഞ്ഞാലേ. നിങ്ങളുടെ പേര്, സ്ഥലം ഒന്ന് പറയുവാണെങ്കിൽ. ഞങ്ങൾ ഒരു കാര്യം ചെയ്തു. ഞങ്ങള് ക്ലാസ് 1 വെച്ച് ഓരോ ക്ലാസ് വിളിച്ചു. അപ്പൊ പെട്ടെന്ന് അവർക്ക് അൺമ്യൂട്ട് ചെയ്ത് പറയാൻ പറ്റും. അത് നല്ലൊരു കാര്യമാണ്. ഓക്കെ, ഞാൻ തന്നെ തുടങ്ങാം. ഫസ്റ്റ് 1-ാം ക്ലാസ്സില് ഞാനാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പം 1-ാം ക്ലാസ്സിലെ ടീച്ചർ ഞാനായിരുന്നു. 1-ാം ക്ലാസ്സിലെ ഫ്രണ്ട് സാറാണ് അല്ലേ? ഓക്കെ, വെരി ഗുഡ്. ഫ്രണ്ട് ഞാൻ. 2-ാം ക്ലാസ്? 2-ാം ക്ലാസ്സിലെ ടീച്ചർ ഞാനായിരുന്നു. എന്റെ പേര് സോണി. ഓക്കെ, സോണി. ഓക്കെ സോണി. 3-ാം ക്ലാസ്? ക്ലാസ് 3A ഞാനായിരുന്നു. എന്റെ പേര് സൂസൻ ധർമ്മരാജ്. ഓക്കെ, സൂസൻ ധർമ്മരാജ്, വെരി ഗുഡ്. ക്ലാസ് 3B ഉണ്ടോ? ഇല്ല, വന്നിട്ടില്ല. ക്ലാസ് 4? ക്ലാസ് 4A ഞാനായിരുന്നു. എന്റെ പേര് ഷൈനി അഭിലാഷ്. ഓക്കെ, താങ്ക് യു. ക്ലാസ് 4B? ക്ലാസ് 4B ഞാനാണ്. എന്റെ പേര് നിഷ തോമസ്. ഓക്കെ, വെരി ഗുഡ്. ക്ലാസ് 5? ക്ലാസ് 5 എന്റെ പേര് നസീൻ ആണ്. ക്യാമറ ഓൺ ചെയ്യാമോ? സോറി. ഓക്കെ, നോ പ്രോബ്ലം. ക്ലാസ് 5B? ഓക്കെ, ക്ലാസ് 6? ക്ലാസ് 6 നമ്മുടെ ബെന്നങ്കിളാണ്. ബെന്നങ്കിള് ഇന്ന് ഉണ്ടാവില്ല എന്ന് മുൻകൂട്ടി അറിയിച്ചിരുന്നു. ഓക്കെ. ക്ലാസ് 7? ക്ലാസ് 7. ഓക്കെ, ക്ലാസ് 8? ക്ലാസ് 8 ബോബിയാണ്. ബോബിക്കും ജോയിൻ ചെയ്യാൻ പറ്റും. ബോബി ബ്രദർ ജോയിൻ ചെയ്യാൻ പറ്റില്ല. ക്ലാസ് 9 ഞാനാണ്. എൻ്റെ പേര് റിജി കെ തോമസ്. ക്ലാസ് 10? ക്ലാസ് 10 ബിനുവങ്കിളാണ്. ബിനുവങ്കിള് ഹോസ്പിറ്റലിലായിരുന്നു. ജോയിൻ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല. ഓക്കെ, ക്ലാസ് 11? ക്ലാസ് 11 ഞാനാണ്. എന്റെ കൂട്ടുകാര് ഇവിടെ ഉണ്ട്. ഓക്കെ, ക്ലാസ് 12 ഇപ്പം എനിക്ക് തോന്നുന്നു അവൈലബിൾ അല്ല. അവൈലബിൾ ആണോ? ഇല്ല, സിബിയങ്കിള് ഇല്ല. സിബിയങ്കിളില്ല. ഓക്കെ, റൈറ്റ്. അപ്പം 1 മുതൽ 12 വരെയുള്ള ക്ലാസ്സിലെ ടീച്ചേഴ്സ് അവരെന്ത് അത്യധ്വാനം ചെയ്താണ്
ഓരോ ദിവസവും നിങ്ങളെ പഠിപ്പിക്കുന്നത് പവർ പോയിന്റ്സ് ഒക്കെ ഉണ്ടാക്കി നിങ്ങളെ പഠിപ്പിക്കുന്നത് എന്നുള്ളത് സന്തോഷകരമായിരിക്കുന്ന ഒരു കാര്യമാണ്. പോർസണങ്ങളെ യെസ്, അപ്പൊ അവർക്ക് നല്ലൊരു ക്ലാപ്പ് നമുക്ക് കൊടുത്തേക്കാം അല്ലേ? തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു ക്ലാപ്പ് കൊടുക്കാം. ഓക്കെ, ശരി. അപ്പം നമുക്ക് ഫ്രണ്ട്സ് ഉണ്ട്, കൂട്ടുകാർ, നമ്മുടെ സ്റ്റുഡൻസ് എല്ലാം നമ്മുടെ ഫ്രണ്ട്സ് ആണ്. ഫ്രണ്ട്സിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്ന് നമ്മുടെ ക്ലാസ് 5 ഒന്ന് ചോദിച്ചു നോക്കിയാലോ? തീർച്ചയായിട്ടും അവർ ബെസ്റ്റ് പ്രിപ്പയർ ചെയ്താ വന്നിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം ക്ലാസ് 5 എന്താണ് ചെയ്യാൻ പോകുന്നത്. Hello friends, we the class 5 have chosen the attribute of friendship. Friendship is a special bond that brings together joy, support and laughter, and God has blessed us with many of them in our lives. Just like the colorful letters in the word friendship, each letter holds a key to understanding what makes a friendship strong and meaningful. Let's explore these letters and discover the qualities that make a friendship wonderful. Praise the Lord, my name is Vasil. F is for faithfulness. Friends should be always there for each other, just like Proverbs 77 says. A friend loves at all times, even things are tough. True friends stick together, just like Jonathan stayed faithful to David. Thank you. R is for respect. Treat your friends kindly and remember that everyone is valued. Philippians 2 verses 3 say, to value others about ourselves. In the story of Ruth and Naomi, they showed respect for each other, and that is how friends should be. I is for intersection. Pray for your friends. James 5 verses 16. Saints of comfort. Saints pray each other. Friends who pray for one another provide spiritual support. E is for encouragement. Friends should lift each other up. Proverbs chapter 27 verses 17 says, as iron sharpens iron, so one brother sharpens another. Just like Barnabas supported Paul, friends encourage and help each other to grow. N is for nurturing. Take care of your friendships. Ephesians 4 verse 32 tells us to be kind and forgiving. Like Paul cared for his friends in the early Christian communities, friends nurture each other with kindness. D is for dependability. Be someone your friends can count on. Proverbs 18 verses 24 says, "As friend sticks closer than a brother." Just like Timothy was reliable to Paul, be a dependable friend. Thank you. S is for sacrifice. True friends are willing to give up something each other. Jesus saw the greatest sacrifice by laying down his life. Friends who make sacrifices show deep love. Thank you. H is for humility. Put others first and be willing to learn. Philippians 2 verse 5 to 7 encourages us to be humble. Just like John the Baptist said, he must increase, but I must decrease. I is for integrity. Be honest and true. Proverbs chapter 19 verse 1 tells us it's better to have integrity. Daniel and his friends in the Bible were great example of always doing what's right. P is for patience. Be patient with your friends. Proverbs 14:29 says, whoever is patient has great understanding. Friends who are patient make lasting and peaceful relationships. Friendship is like a treasure, cherished with love and support. Remember the ABCs of friendship: faithfulness, integrity, intersection, humility, patience, and respect. These qualities make our friendship strong and our lives brighter. Let's be great friends and make each letter in the friendship a reminder of the joy we share. ഔ, സൂപ്പർ. നമ്മുടെ കൂട്ടുകാര് ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് നല്ല മനോഹരമായ ആശയങ്ങളാണ് അല്ലേ റിജി ഞങ്ങളെ കൊണ്ടുവന്നേ? തീർച്ചയായിട്ടും നമ്മളൊരു പാട്ട് അറിയാമല്ലോ, ഫ്രണ്ട്ഷിപ്പ് എന്നും നല്ല ഷിപ്പപ്പ എന്നൊരു പാട്ടൊക്കെ ഉണ്ടല്ലോ അല്ലേ? അതെ അതെ. ഓക്കെ, അപ്പം ഫ്രണ്ട്ഷിപ്പും ദൈവത്തിന്റെ ദാനമാണ് അല്ലെ? ഫ്രണ്ട്സും ദൈവത്തിന്റെ ദാനമാണ്, ദൈവത്തിന്റെ ഗിഫ്റ്റ് ആണ്. ഫ്രണ്ട്സ് ഇല്ലായിരുന്നെങ്കിലുള്ള അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കി അല്ലേ? നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ ആരോട് ഷെയർ ചെയ്യുമായിരുന്നു അല്ലേ? അതെ അതെ അതെ. നമുക്ക് പലപ്പോഴും ഫ്രണ്ട്സിനെ ദൈവം തരുന്നതാണ്.
അങ്ങളെ എന്റെ ഒരു ഫ്രണ്ട് എനിക്ക് കുറച്ച് നല്ല ഗിഫ്റ്റുകൾ തന്നു. അതെനിക്കറിയാം. ഇടയ്ക്കിടയ്ക്ക് ഗിഫ്റ്റ് കിട്ടാറുണ്ടെന്ന് എനിക്കറിയാം. ഓക്കെ, ആ എന്താണ് ആ ഗിഫ്റ്റ്? എനിക്ക് എന്റെ ഫ്രണ്ട്സ് തന്ന ഗിഫ്റ്റ് എന്നറിയോ, കുറച്ച് നല്ല പുസ്തകങ്ങളാണ് തന്നത്. നല്ല മനോഹരമായ പുസ്തകങ്ങളാണ് എനിക്ക് ഇന്ന് ഗിഫ്റ്റ് ആയിട്ട് തന്നത്. സുവിശേഷത്തിന്റെ മഹത്വം എന്നൊക്കെ ഞാൻ കണ്ടു. കൊള്ളാമല്ലോ. ഓക്കെ. അങ്കിള് പുസ്തകമൊക്കെ വായിക്കാറുണ്ടോ? പിന്നെ എനിക്കാണെങ്കിൽ ഇഷ്ടം പോലെ ബുക്സ് ഉണ്ട്. കണ്ടോ, എന്റെ ലൈബ്രറി കണ്ടോ, കണ്ടോ കണ്ടോ, ബുക്സ് ശ്ശോ, കണ്ടോ എനിക്ക്? ഒരുപാട് പുസ്തകം ഉണ്ടല്ലോ അങ്ങളുടെ കയ്യില്. ഒരുപാട് പുസ്തകമുണ്ട്, ഒരുപാട് പുസ്തകം. അങ്ങള് ഈ പുസ്തകം എല്ലാം വായിച്ചിട്ടുണ്ടോ? ഞാനിത് ആക്ച്വലി എനിക്ക് ഈ ബുക്കുകൾ ഭയങ്കര ഇഷ്ടമാണ്. വായിക്കുന്ന എല്ലാം ഒന്നും വായിക്കത്തില്ല, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് റെഫർ ചെയ്യാൻ വേണ്ടിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബുക്സ്. എന്നാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ പല പുസ്തകങ്ങളും അപ്ഡേറ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അല്ലേ? അത് ഇച്ചിരി പോരായ്മ വന്നു, അപ്പം റിവൈസ്ഡ് വേർഷൻ എന്നൊക്കെ പറഞ്ഞത് നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ പാഠപുസ്തകങ്ങൾ പോലും അങ്ങനെ റിവൈസ് ചെയ്യുമല്ലോ. പക്ഷെ ഇതുവരെയും റിവേഴ്സ് ചെയ്യാത്ത ഒരു പുസ്തകം അങ്ങൾ ഏറ്റവും കൂടുതൽ വായിച്ച പുസ്തകം ഏതാ? ഞാൻ ഏറ്റവും കൂടുതൽ വായിച്ച പുസ്തകം എന്റെ ബൈബിളാണ്. അങ്ങൾ എത്ര പ്രാവശ്യം വായിച്ചിട്ടുണ്ട്? ഞാൻ ഇതുവരെ 36 പ്രാവശ്യം വായിച്ചു കഴിഞ്ഞു. ചുമ്മാതല്ല, അങ്ങള് ഓരോ ദിവസവും ഡെയിലി ഡിവോഷനൊക്കെ നല്ല മെസ്സേജുകളൊക്കെ കൊണ്ടുവരുന്നേ അല്ലേ? അപ്പൊ കൂട്ടുകാരൻ നമ്മളും ധാരാളം വായിക്കണം അല്ലേ? അപ്പൊ അങ്ങളെ ഇതുവരെയും മാറ്റം കൊണ്ടുവരാത്ത, അതായത് തെറ്റ് സംഭവിക്കാത്ത, ജീവിതത്തിൽ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു പുസ്തകത്തെ കുറിച്ചുള്ള ഒരു കാര്യമാണ് നമ്മുടെ കൊച്ചു കൂട്ടുകാർ അവതരിപ്പിക്കാൻ പോകുന്നത്. വെരി ഗുഡ്. കൊച്ചു കൂട്ടുകാരെന്ന് പറഞ്ഞാൽ എത്രാം ക്ലാസ് ആണെന്ന് അറിയാമോ നിങ്ങളുടെ? എനിക്ക് തോന്നുന്നു 1ാം ക്ലാസ് ആയിരിക്കാനാണ്. കൊച്ചു കൂട്ടുകാരൻ അല്ലെങ്കിൽ പറയത്തില്ലല്ലോ. ശരിയാ. അപ്പം കൊച്ചു കൂട്ടുകാരുടെ ആ പ്രസന്റേഷൻ നമുക്ക്, ആ ഗിഫ്റ്റ് ബോക്സ് എന്താണ് എന്ന് കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. തീർച്ചയായിട്ടും അവരെ നമുക്ക് നല്ലതായിട്ട് അഭിനന്ദിക്കുകയും വേണം. ഓക്കെ. There are many symbols in the Bible for the word of God. In the book of James says that God's word is like a mirror. Mirror allows us to see ourselves and to make changes based on what we see. Just as a mirror shows how we are on the outside, God's word tells us how we look on the inside. So we must read God's word carefully and think about it. Then we will grow like God's children. ഒരു വർഷത്തിന്റെ കാതലായ ഉൽപ്പന്നമാണ് വിത്ത്. ഒരു വർഷം ഉണ്ടാകുക അവസാനിക്കുന്ന വിത്തിലൂടെയാണ്. പലതരം വിത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. നല്ല വിത്താണെങ്കിൽ 60, 30, 100 മേനി വിളവ് തരും. യേശുക്രിസ്തു എന്ന നല്ല വിത്ത് നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ മാത്രമേ നല്ല ഫലം കഴിക്കാൻ കഴിയൂ. ഹായ് കൂട്ടുകാരെ, ഇതെന്താണെന്ന് അറിയാമോ? തേൻ. തേന്റെ പ്രത്യേകത എന്തുവാ? തേൻ രുചിയുള്ളതാണ്, തേൻ മധുരമുള്ളതാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്. തേനാണ് കൂടുതൽ ഇഷ്ടം, കയ്പാണ് കൂടുതൽ ഇഷ്ടം? തേന് മറ്റൊരു ഗുണമുണ്ടല്ലോ, കയ്പുള്ളതിനെ മധുരമാക്കും. തേനേക്കാളും മധുരമുള്ളത് ദൈവത്തിന്റെ വചനം. നമ്മുടെ കയ്പേറിയ ജീവിതത്തെ മധുരമാക്കാൻ ദൈവത്തിന്റെ വചനം പഠിക്കണം. കൂട്ടുകാരെ, ദൈവത്തിന്റെ വചനം മായമില്ലാത്ത പാലം. നിങ്ങൾക്ക് ഇഷ്ടമാണോ പാല്? എനിക്കിഷ്ടമാണ്. ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷക്കായി വളരുവാൻ വചനം എന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. 1:2 എംബാൽമാന്റെ പന്ത്രണ്ട്. ദൈവത്തിന്റെ വചനം ജീവനും ജൈവങ്ങളായി ഇരുവായ്ത്തലയുള്ളത്, വാള് മൂർച്ചയുള്ളത്, പാലിന്റെ ആർപ്പാവും സന്ധി മച്ചകളെയും വേർപെടുത്ത് തുളച്ചു കയറുന്നത്, ഹൃദയത്തിന്റെ ചിന്തകളെയും ആവുന്നു.
ദൈവവചനം ദൈവത്തിന്റെ ഗിഫ്റ്റ് ആണ്. അത് നമ്മുടെ ജീവിതത്തോട് എന്തെല്ലാം നിലയിൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നത് കൂട്ടുകാര് പല ഒബ്ജക്റ്റ് ഒക്കെ കാണിച്ചിട്ടാ പറഞ്ഞത് അല്ലേ ഞങ്ങളെ? എനിക്ക് അതിശയം തോന്നിയത് ഈ കുഞ്ഞുങ്ങൾ അത്ര ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിലും എന്ത് മനോഹരമായിട്ടാണ് അവരത് പറഞ്ഞതല്ലേ. അതെ അതെ ഏറ്റവും അതെ അതെ ഏറ്റവും വലിയ വാക്യം എബ്രായർ 4:12 ആ കുഞ്ഞ് പറഞ്ഞപ്പോഴേ അത് ആ, എന്ത് രസമായിട്ടാണ് അത് അവതരിപ്പിച്ചത്. വാളൊക്കെ പിടിച്ചിട്ടാ പറഞ്ഞത് കേട്ടോ. അതെ 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 പല വാള് ഡിസ്ട്രാക്ഷൻസ് ഒക്കെ പാല് ഉണ്ടായാലും അവള് മറന്നില്ല. അതെ വാള് പാല് തേന് എല്ലാം ഓരോ കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടാ അവര് പറയുന്നത് അല്ലേ? കായ ഉണ്ടായിരുന്നു, കായ കൊണ്ടുവന്നു വിത്ത്. അതെ 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 ദൈവവചനം വിത്താണ്. ഓക്കെ ഓക്കെ ഞങ്ങളെ ധർമ്മരാജങ്ങളെ കാണാനില്ലല്ലോ. ഞാനേ ആ, ഞാനൊരു റൂം മാറിപ്പോയി കേറിയത് പെട്ടെന്ന്. അപ്പൊ നമുക്ക് ഇനിയിപ്പോ അങ്ങോട്ട് പോണം. നമ്മുടെ ഒരു ഗിഫ്റ്റ് അവിടെ ഇരിക്കുക. നമ്മൾ ഒരുമിച്ച് പോണം. എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ ബുദ്ധിമുട്ടാണ്. ആണോ? പേടിയുണ്ടോ? ആ പേടിയുണ്ടോ? പേടിയുണ്ടോ? പേടി കുഞ്ഞതായിട്ടുണ്ട്. അല്ല ഇത് ഒരു ചലഞ്ചിങ് ട്രിപ്പ് ആണോ? ഒരു ട്രഷർ ഹണ്ടിന് പോകുന്ന ഒരു സംഭവമാണ്. ഓ ശരി, എനിക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ് ട്രഷർ ഹണ്ട് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നിങ്ങൾ എന്റെ 3 കൂടെ പേരുള്ളതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ എന്റെ കൂടെ അവസാനം വരെ നിൽക്കുമെങ്കിൽ മാത്രമേ യാത്ര പുറപ്പെടുന്നുള്ളൂ. നിൽക്കാല്ലേ പ്രശ്നം? ഞങ്ങള് നിക്കാന്ന് വിചാരിക്കുന്നു. നോക്കാം ഓക്കെ അല്ലേ? നോക്കാം. ആ, നോക്കാം നോക്കാം. ആ, ഓക്കെ. ഇടയ്ക്കിട്ടിട്ടൊന്നും പോകത്തില്ല കേട്ടോ. ഇടയ്ക്ക് ഓക്കെ. അപ്പോ നമ്മൾ ഏകദേശം ഇത് നല്ല സ്ഥലമാണല്ലോ. ഈ ഒത്തിരി രസമാ കാണാൻ. അതെ 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 ട്രഷർ ഹണ്ട്. അപ്പൊ നമുക്കൊന്ന് കേറിയാലോ? പക്ഷെ എനിക്ക് തോന്നുന്നേ ഇതില് കേറാനായിട്ട് അല്ല, എഴുതിയിരിക്കുന്നുണ്ട് സീക്രട്ട് റൂം എന്ന്. ആണോ? അതെ സീക്രട്ട് റൂം ദേ മേളിൽ കൊടുത്തിട്ടുണ്ട് പാസ്വേഡ്. അയ്യോ പാസ്വേഡ് അയ്യോ അങ്ങളെ എനിക്ക് ഒരു കാര്യം പാസ്വേഡ് ഞാൻ എവിടെയോ ഓർക്കുന്നുണ്ട്. എന്നോ പറയാൻ പെട്ടെന്ന് ടൈം ഔട്ട് ആവും. അതെ 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 എന്നാ ഒരു കാര്യം ചെയ്യാം. എനിക്ക് 2 എണ്ണം അറിയാം. 2 എണ്ണം. അത് പറഞ്ഞോ, ഞാൻ എഴുതി വെക്കാം. തെറ്റാൻ സാധ്യതയില്ല. എനിക്ക് തോന്നുന്നു ആദ്യത്തേത് 4 ആണെന്ന് തോന്നുന്നു. 4 ഓക്കെ ഞാൻ അടിക്കാം. 4 പിന്നെ 3 ആണെന്ന് എനിക്ക് തോന്നുന്നത്. 4-3 ഓക്കെ. അപ്പൊ എനിക്ക് 2 എണ്ണം അറിയാം. അത് പറഞ്ഞേ. എനിക്ക് 2 എണ്ണം അറിയാം. അത് ഒന്നാണ് ഒരു പാസ്വേഡ്, പിന്നെ 6 ആണ്. 6 ഞാൻ അടിക്കുകയാണേ. അടിച്ചു. സംഭവം റോങ് ആയോ? തുറന്നു. സൂപ്പർ സൂപ്പർ. അപ്പോഴേ കേറിയാലോ? അതിന് തുറന്ന് പാസ്വേഡ് നിങ്ങളല്ലേ പറഞ്ഞേ. അപ്പൊ നിങ്ങള് ഫ്രണ്ടിലോട്ട് പോകും, ഞാൻ പിന്നാലെ ഉണ്ട്. എന്നാ ഞാൻ കയറി. എനിക്ക് നല്ല നല്ല രസമായിട്ട് തോന്നുന്നു. ഞാൻ വരുന്നുണ്ട്. ഞാൻ കയറിക്കോളാം ആദ്യം. വാ. 3 വാതിലുണ്ട്. 3 വാതിലുണ്ടല്ലോ. നമുക്ക് 3 പേർക്കും ഓരോന്നാ. ഓരോരുത്തരും വേണ്ട ഞാൻ ഒറ്റയ്ക്ക് പോകാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. എനിക്ക് പേടി. ഞാനും നിങ്ങളുടെ കൂടെയേ ഉള്ളൂ. ഒന്ന് ആദ്യം ഏത് റൂമിൽ പോകാം? അങ്ങനെയാണെങ്കിൽ 1ആണല്ലോ എപ്പോഴും ഒരു തുടക്കം. അപ്പൊ 1ാമത്തെ റൂമിൽ തന്നെ നമുക്ക് പോവാം. 1ാമത്തെ റൂമില് 1ാമത്തെ റൂമില് നല്ല വാതിലാണല്ലോ. ഇത് ലിഫ്റ്റാന്ന് തോന്നുന്നല്ലോ. നമ്മളിതേ പൊക്കിക്കൊണ്ട് പോണു. അയ്യോ ഇത് നിർത്താൻ പറ്റില്ലേ? നിർത്താനുള്ള ഓപ്ഷൻ സ്വിച്ച് ഞങ്ങൾക്ക് നമുക്ക് തിരിച്ച് എങ്ങനെയെങ്കിലും ഒന്ന് ഇറങ്ങിയാൽ മതി. താഴോട്ട് വന്നാ മതി. നമ്മള് വേറൊരു സ്ഥലത്തേക്ക് പോവാൻ തോന്നുന്നല്ലേ? നമുക്ക് തിരിച്ചു പോയാലോ? തിരിച്ചു പോയി. ഇത് തുറക്കൊന്നുമില്ല. നമ്മൾ ഇതിന്റെ ഉള്ളിൽ പെട്ടുപോകും. വേഗം ഇറങ്ങിയോ. ഞാൻ റജിയങ്ങളോട് പറയാൻ തുടങ്ങുമായിരുന്നു, 1 വേണ്ട, നമുക്ക് 2 മതിയെന്ന്. എന്നാ പിന്നെ 2ൽ അത് കയറി നോക്കാം. തുറക്കാണേ. അങ്കിളെ അതിനേക്കാളും പ്രശ്നമാണെന്ന് തോന്നുന്നു. ഇത് ഒരു ഗുഹ പോലെ തോന്നുന്നുണ്ടല്ലോ. ഇത് അടച്ചേക്ക, ഇനി അങ്ങോട്ട് വഴിയില്ല. അത് യെല്ലോ ഒക്കെയാ കാണിക്കുന്നത്. അപ്പൊ കേറാൻ പറ്റുമായിരിക്കും അല്ലേ? നമ്മളെ റോഡ് പണിയൊക്കെ നടക്കുമ്പോ ക്രോസ് വെച്ചിട്ടില്ലേ, അതുപോലെ എങ്ങാണ്ട് ആലോചിച്ചിരിക്കുന്നത്.
ഓ എന്നാലും അപ്പൊ ഒന്ന് അവിടെ ചരിഞ്ഞു നോക്കി എവിടെ കയറാൻ പറ്റുമെന്ന്. നോക്കട്ടെ. അവിടെ ചരിഞ്ഞൊരു ബട്ടൺ ഉണ്ട്, ഞാൻ അമർത്തി നോക്കാം. അയ്യോ, അയ്യോ, റെഡ് ലൈറ്റ് കത്തി. അപകടമാണ്. അപകടമാണ്. അയ്യോ, നമുക്ക് നമ്മളെ തിരിച്ചു പോവാം. നമ്മളാർപ്പാടെ പ്രശ്നമാവും. ഇതിപ്പോ പോവണ്ട. അതേണ്ട അവിടെ, അതേണ്ട ആ മൂലക്കൊരു സ്വിച്ച് അവിടെ നോക്കാം. ആ ആ കണ്ടോ? ഉണ്ട് കണ്ട്. ആ പക്ഷേ ഞങ്ങളെ ആ കൈയൊക്കെ കണ്ടിട്ട് എനിക്ക് നമുക്ക് ഈ റൂമിൽ നിന്ന് ഓടാം. കാരണം അവർ എഴുതി കാണിക്കുന്ന സോറി അയാൾ അതിനകത്ത് പെട്ടുപോയെന്നാ തോന്നുന്നത്. പെട്ടുപോയി. നമുക്കേ ട്രഷർ ബോക്സിന് പകരം ചിലപ്പോ നമുക്ക് വല്ല കടിയോ മാന്തലോ കിട്ടോ ഇടുന്നു. അയ്യോ, അങ്ങനെയാണ് നമുക്ക് തിരിച്ചു പോവാം. തിരിച്ചു പോവാം. അയ്യോ ആണോ, നമ്മളെപ്പോഴും തുറന്നൊരു വാതിൽ കിടക്കുമ്പോ തുറക്കാത്തതിലൂടെ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. എന്നാ മൂന്നാമത്തെ വാതിൽ പോയാലോ? എന്നാ പോയേക്കാം. തുറന്ന വാതിലൂടെ നമുക്ക് അകത്ത് കയറിയേക്കാം. പോവാം. മൂന്നാമത്തെ വാതിൽ. അയ്യോ, നമ്മളെ ഈ കോണിപ്പടിയൊക്കെ ഇറങ്ങണോ നമ്മള്? താഴെ ഇരുട്ടാണ്. അയ്യോ, ഇരുട്ട് എനിക്ക് പേടിയാ. ഇരുട്ട് എനിക്ക് പേടിയാ. ഞാൻ ഇറങ്ങത്തില്ല ആദ്യം. എന്നാ ഞാൻ ഇറങ്ങിയാലോ? ഇറങ്ങി. അങ്കിൾ ഇറങ്ങി. ഓക്കെ, അപ്പൊ ഞാൻ കൂടെ പറഞ്ഞേ, നിങ്ങൾ കൂടെ ഉണ്ടാകണേ. ഓക്കെ, അപ്പൊ നമുക്ക് ഞാൻ നടക്കി വെക്കാവേ. അയ്യോ, കാണുന്നില്ല. എന്റെ കാലെ ചവിട്ടാ. എടുത്തോട്ട് വന്ന് ധർമ്മരാജങ്ങളെ കൈ വന്നേന്ന് ഞാനൊന്ന് പിടിക്കട്ടെ. ആരാ? ഗോഡ്സണങ്ങളാണ് എന്റെ കാലെ ചവിട്ടുന്നത്. അയ്യോ, അങ്ങോട്ട് നോക്കി. അവിടെ അതൊന്ന് തുറന്നേ. ആ ലൈറ്റ് ഒന്ന് ഇട്ടേ, വാച്ചിലെ ലൈറ്റ്. അവിടെ ലൈറ്റ് വന്നിട്ട് നോക്കാം. ചെറിയ ലൈറ്റ് കൈ പിടിച്ചു പോവാം കേട്ടോ. പതിയെ പോവേ. അവിടെ ഇപ്പൊ തുറന്നു. ഒരു വാതിലുണ്ട് അല്ലേ ഞങ്ങളെ? വാ, ഓടി വാ, നമുക്കൊന്ന് കേറിയാലോ? കേറി നോക്കാവേ. കാണുന്നില്ല. എന്നെ വെട്ടത്. നമ്മൾ ഇത്രയും നേരം ഇരുട്ടിനകത്ത് ഇരുന്നോണ്ട് അത്രയും വെളിച്ചം. അതെ. കണ്ണെല്ലാം മഞ്ഞളിക്കുന്നു. ഇരുട്ട് പേടിയുള്ള ആള് വെളിച്ചത്തില് മുമ്പോട്ട് പോട്ടെ. നമുക്ക് പോവാം. കുഴപ്പമില്ല. ഞങ്ങള് പിന്നാലെ ഞങ്ങള് പുറകെ ഉണ്ട് കേട്ടോ. പോരെ. അയ്യോ, ഇതെന്തുവാ അത്? അതൊരു സ്റ്റാർ ആണ്. എന്തോ ഒളിഞ്ഞിരിപ്പുണ്ട്. ക്ലൂ എന്താ അവിടെ എഴുതി വെച്ചിരിക്കണേ? A light that will never fade. അപ്പൊ അതിന് വല്ല കോഡ് വല്ലതും ആണോ? കോഡായിരിക്കും. ലൈറ്റ് നെവർ ഫെയ്ഡ്. ഞങ്ങളെ ആ സ്റ്റാറിൽ നമുക്ക് തൊട്ട് നോക്കിയാലോ? വേണോ? നോക്കാം. തൊട്ട് നോക്കുന്നേ. നോക്കാം. രക്ഷപ്പെട്ടു. ട്രഷർ ബോക്സ് വന്നു മക്കളെ. അയ്യോ, എന്തോ ഇത് അങ്കിള് തന്നെ തുറന്നു നോക്കൂ. ഞാൻ തന്നെ തുറക്കണോ? തുറന്നു. ഓക്കെ, അപ്പൊ ഞാൻ തുറക്കാൻ പോവാണേ. തുറന്നു. ഓക്കെ, മനസ്സിലായി. ഇത് ദൈവവചനമാണല്ലേ? അതെ, ബൈബിളാണ്. അങ്കിളെ, ബൈബിളിൽ ഒരു കോഡ് ഇതേണ്ട അവിടെ എഴുതിയിട്ടുണ്ടല്ലോ. ഉണ്ട്. ജോൺ 3:16. പാസ്വേഡുമായിട്ട് എന്താ ബന്ധമുണ്ടോ? അതെ. പാസ്വേഡുമായിട്ട് നമ്മൾ തുറന്നപ്പോൾ കണ്ട എന്തായിരുന്നു? 4316. അതെ, 316 അവിടെ ഉണ്ട്. അപ്പൊ 4 എങ്ങനെ വന്നു? 4 എന്തായിരിക്കും? 4 എന്ന് പറയുന്നത് 4ാമത്തെ സുവിശേഷമാണല്ലോ, യോഹന്നാന്റെ സുവിശേഷം. പുതിയ നിയമത്തിലെ 4ാമത്തെ പുസ്തകം അല്ലേ? പുസ്തകം 4, അതാണ് ആദ്യത്തെ കോഡ്. അപ്പൊ ഏറ്റവും ട്രഷർ ഇവിടെ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ വന്നത് ഇതിനകത്ത് ട്രഷർ എന്താണ്? അത് തന്നെയാണ് ട്രഷർ. നോക്കിയേ, For God so loved the world, He gave His only begotten Son. അതെ, Yes. അതാണ് ഏറ്റവും greatest gift. അപ്പം ബൈബിൾ ദൈവത്തിന്റെ ദാനമാണ്. ബൈബിളിൽ പറയുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് യേശു കർത്താവാണെന്നാണോ അങ്കിൾമാർ ഈ പറഞ്ഞു വരുന്നേ? തീർച്ചയായിട്ടും. അതിനേക്കാളും വലിയ ഗിഫ്റ്റ് ഇല്ലേ ഇല്ല. നമ്മൾ അവസാനം
ഏറ്റവും നല്ല ഗിഫ്റ്റ് നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റി അല്ലേ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. യെസ് അപ്പൊ നമ്മുടെ ഈ ഗിഫ്റ്റ് കണ്ടെത്തിയപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം സന്തോഷമായി കാണും. കാരണം നമ്മൾ ഈ ഗിഫ്റ്റ് കണ്ടെത്തിയത് അല്ലേ? അതെ ഒന്ന് അതെ ചോദിച്ചാലോ അവരോട്? യെസ്. മക്കളെ അപ്പൊ ഈ ഗിഫ്റ്റ് ശരിക്കും ഗിഫ്റ്റ് തന്നു, അത് എടുത്ത് ഉപയോഗിക്കാനുള്ള കടമ ആരുടേതാ? നമ്മുടെ തന്നെയാണ്, നമ്മളാണ് അല്ലേ? തീർച്ചയായിട്ടും. നമ്മള് അത് സ്വീകരിക്കണം. കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച് ആ ഗിഫ്റ്റ് കൈവശമാക്കണം. അപ്പൊ അങ്ങനെ കർത്താവിനെ സ്വീകരിക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? കർത്താവിനെ സ്വീകരിക്കണം അല്ലേ ഞങ്ങളെ? തീർച്ചയായിട്ടും നിങ്ങളുടെ ക്ലാസ്സിലുള്ള ടീച്ചേഴ്സിനോട് ആ കാര്യം പറയണം. നിങ്ങളുടെ പേരൻസിനോട് ആ കാര്യം പറയണം. ഞാൻ ഇതുവരെ യേശുവിനെ സ്വീകരിച്ചിട്ടില്ല, എനിക്ക് യേശുവിനെ സ്വീകരിക്കാനായിട്ട് ആഗ്രഹമുണ്ട്. അപ്പം നിങ്ങളുടെ പേരൻസും ടീച്ചേഴ്സും ഒക്കെ നിങ്ങളെ അതിനൊക്കെ സഹായിക്കുന്ന ഒരു വലിയ വസ്തുതയായിട്ടിരിക്കും. അപ്പൊ അവരോട് നിങ്ങൾ പറയണം ആ കാര്യം. ഓക്കെ. അപ്പം യേശു ക്രിസ്തു നമുക്ക് ദൈവം തന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് ആണെന്ന സന്ദേശമാണ് നമുക്ക് കിട്ടിയത്. അങ്ങളെ ഈ കർണാടകയിലാണല്ലോ പ്രവർത്തിക്കുന്നത്. തീർച്ചയായിട്ടും. ഈ കർണാടകയിൽ വളരെ ബ്യൂട്ടിഫുൾ ആയ ധാരാളം സ്ഥലങ്ങളുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ശരിയാണ്? അയ്യോ, എന്ത് നല്ല സ്ഥലങ്ങളാണ്! ബാംഗ്ലൂർ എന്ന് പറയുന്ന ഒരു ഞങ്ങളുടെ ഒരു സംസ്ഥാനത്തിന്റെ ക്യാപിറ്റൽ ഉണ്ട്. അവിടെ ഫ്ലവേഴ്സ് ഏതെല്ലാം ഡിഫറെന്റ് ആയ ഫ്ലവേഴ്സ് ആണെന്നറിയാം. അവിടെ ഒന്ന് വന്ന് നോക്കണം. ശരി. ക്ലിയർ ആണ്. ഗാർഡൻസ് ഒക്കെ ഉണ്ടാവുമായിരിക്കും അവിടെ അല്ലേ? ഗാർഡൻ സിറ്റി എന്ന് തന്നെ അറിയപ്പെടുന്നത്, ബാംഗ്ലൂരിനെ ഗാർഡൻ സിറ്റി എന്ന് അറിയപ്പെടുന്നത് തന്നെ. ശരി. ഓക്കെ. പിന്നെ പാലസ് ഒക്കെ ഉണ്ടാങ്ങളെ? പാലസ് അതെവിടെയാ? പാലസ് മൈസൂരിലാണല്ലോ ഏറ്റവും വലിയ പാലസ്. നമ്മളൊരു പ്രാവശ്യം പോയായിരുന്നല്ലോ മൈസൂരിലെ പ്രോഗ്രാമിന് പോയിട്ടോ? നല്ല രസമാണ്. അതിന്റെ മുമ്പ് ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു ഞാൻ. അതെ അതെ അതെ. അപ്പം പാലസ് ഒക്കെ കാണാൻ എന്തോ മനോഹരമായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് അറിയാമോ? പിന്നെ വേറെ മനോഹരമായ സ്ഥലമൊക്കെ ഉണ്ടോ അവിടെ? ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങളുടെ അടുത്ത്, ഞങ്ങള് താമസിക്കുന്ന സ്ഥലത്തിന് അടുത്തെന്ന് പറഞ്ഞാൽ ഒരു 200 കിലോമീറ്റർ കേട്ടോ. ആ 200 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നല്ലൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തിന് ഒരു ജില്ലയുടെ പേരാണ് കൊടക് എന്നാണ് ആ ജില്ല, അല്ലെങ്കിൽ കൂർഗ് എന്ന് പറയും. ഞാൻ കേട്ടിട്ടുണ്ട് ഞങ്ങളെ അവിടെ നിന്ന് നല്ല മധുരമുള്ള ഓറഞ്ച്. നല്ല മധുരമുള്ള ഓറഞ്ച്, നല്ല കമ്പിളി നാരങ്ങ എന്നൊക്കെ പറയും നമ്മുടെ നാട്ടില്. കമ്പിളി നാരങ്ങ അതുണ്ട്. പിന്നെ ഏലമുണ്ട്, കാപ്പിയുണ്ട് എന്ന് വേണ്ട സർവത്ര നല്ലൊരു സ്ഥലമാണ്. മനോഹരമാണോ ഞങ്ങളെ ആ സ്ഥലം? നിങ്ങളുടെ വയനാടിനേക്കാളും മനോഹരമാണെന്ന് പറഞ്ഞാൽ കോഴ്സ് സമ്മതിക്കത്തില്ലല്ലോ അല്ലേ? ഞാൻ അങ്ങനെ വിട്ടൊന്നും തരത്തില്ല. എന്നാല് വയനാടിനേക്കാളും മനോഹരമായ, അല്ലെങ്കിൽ വേണ്ട ഈ വയനാട് പോലെ മനോഹരമായിരിക്കുന്ന ഒരു സ്ഥലമാണ് ഞങ്ങളുടെ കൊടക് അല്ലെങ്കിൽ കൂർഗ് എന്ന് പറയുന്നത്. നമ്മളെ ഈ സ്ഥലത്തെ കുറിച്ചൊക്കെ പറയുമെങ്കിലും മക്കളെ, അതിനേക്കാൾ മനോഹരമായ ദൈവത്തിന്റെ ഒരു ഗിഫ്റ്റിനെ കുറിച്ചാണ് നമ്മുടെ കൂട്ടുകാർ ഇനി അവതരിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. അതേത് ഗിഫ്റ്റാ? അത് എന്താണ് ആ ഗിഫ്റ്റ്? ഒന്ന് തുറന്നു നോക്കാം. എന്താ അവര് പറയുന്നത് നമുക്ക് നോക്കാം. ക്ലാസ് ഏതാന്ന് അറിയാമോ മക്കളെന്ന് പറയാൻ വേണ്ടി പോകുന്നത്? ഇല്ലല്ലോ. എന്നാൽ ക്ലാസ് 4 4ാം ക്ലാസ്സുകാരാണ് നമുക്ക് വേണ്ടി ആ മനോഹരമായ സ്ഥലത്തെ കുറിച്ച് പറയാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അവരെ സ്വാഗതം ചെയ്യാം. എല്ലാവർക്കും സ്നേഹവന്ദനം. ഞങ്ങൾ 4ാം ക്ലാസ് കൂട്ടുകാർ നിങ്ങൾക്ക് മുൻപിൽ കുറച്ച് നിധിപ്പെട്ടികൾ തുറന്നു കാണിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ വർഷം ഞങ്ങൾക്ക് കിട്ടിയ നിധികളാണ് ഓരോരുത്തരെയും പെട്ടിയിൽ. ആദ്യമായി പെട്ടി തുറക്കുന്നത് ലിയോണാണ്. ലിയോന്റെ കയ്യിൽ എന്താണെന്ന് നമുക്ക് നോക്കാം. വിശ്വാസികളുടെ പിതാവാണ് എൻ്റെയും പിതാവ്. ചിരി എന്നാണ് എൻ്റെ പേരിൻ്റെ അർത്ഥം. അനുസരണയാണ് എൻ്റെ വിലപിടിപ്പുള്ള നിധി. 12 പേരാണ് ഞങ്ങൾ പോയത്. നിറയെ ഫലങ്ങളുമായി 10 പേര് മടങ്ങി വന്നു. എന്നാൽ ഞങ്ങൾ 2 പേര് ദൈവത്തിൽ അസാധ്യമായി ഒന്നുമില്ലെന്ന് വിശ്വസിച്ച് മടങ്ങി വന്നു. സാം, നിന്റെ പെട്ടിയിൽ എന്താണ്? ഞാൻ അവളോട് പറഞ്ഞു മടങ്ങിപ്പോവാൻ. എന്നാൽ അവൾ മടങ്ങിപ്പോയില്ല. അവൾക്ക് ഒരു വീണ്ടെടുപ്പുകാരനായതുകൊണ്ട് ഞങ്ങൾ അമ്മയും മകളും എന്നപോലെ സ്നേഹിച്ചു. ജിനോഷ്, നിന്റെ നിധിപ്പെട്ടിയിൽ എന്താ ഉള്ളേ? എന്തിനാ ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുന്നത്? എല്ലാം നഷ്ടപ്പെട്ടു. ഇനിയെങ്കിലും ദൈവത്തെ തള്ളി പറഞ്ഞ് മരിച്ചൂടെ? ദിയ, നിന്റെ നിധിപ്പെട്ടിയിൽ എന്താണുള്ളത്?
ഞാൻ വെള്ളം കോരുവാനായി ചെന്നപ്പോൾ ഒരുവനെ കണ്ടു. അവൻ എൻ്റെ പൂർവ്വകാലമൊക്കെയും എന്നോട് പറഞ്ഞു, അവൻ മശിയാവ് ആകുന്നു. നിന്റെ കയ്യിൽ എന്ത് നിധിയാണുള്ളത്? ഞങ്ങൾ 12 പേരെയും അവൻ തിരഞ്ഞെടുത്തു. അതിൽ ഒരുവൻ അവനെ ചുംബിച്ച് ഒറ്റുകൊടുത്തു. ഒലിവുമലയുടെ ചെരുവിൽ കിദ്രോൻ തോട്ടിനരികിലാണ് ഈ തോട്ടം. അവിടെ കർത്താവും ശിഷ്യന്മാരും അവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ദൈവത്തിന്റെ ഹിതം പോലെ ആകട്ടെ എന്ന് അവൻ പ്രാർത്ഥിച്ചു. ഈ ലോകത്തിന് മുഴുവൻ നൽകുവാനുള്ള ഒരു വലിയ സമ്മാനം എന്റെ കയ്യിൽ ഉണ്ട്. അത് സ്വർഗത്തിന്റെ പുത്രനായ കർത്താവായ യേശുക്രിസ്തു ആണ്. അവന്റെ രക്തത്താൽ സകല പാപങ്ങൾക്കും പരിഹാരമുണ്ട്. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഇതിലും വലിയ വേറെ എന്ത് നിധിയാണ് നമ്മൾക്ക് വേണ്ടത്? കർത്താവായ യേശുക്രിസ്തു ആണ് നമ്മളുടെ നിധി. ഈ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവർക്കും നിത്യജീവൻ പ്രാപിക്കാം. ഞങ്ങളുടെ നിധിപ്പെട്ടികൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. എന്റെ കയ്യിലെ നിധിപ്പെട്ടിയിലുള്ള കർത്താവായ യേശുക്രിസ്തുവിനെ ഞാൻ നിങ്ങൾക്ക് മുമ്പാകെ തരുന്നു. ലോകത്തിനെമ്പാടും കൊടുക്കുക. നന്ദി. അങ്ങളെ വിജയങ്ങളെ, നമ്മുടെ 4ാം ക്ലാസ്സിലെ കൂട്ടുകാര് പെട്ടി തുറന്ന് കാണിച്ചത് കണ്ടായിരുന്നോ? എന്ത് കഴിവുള്ള കുഞ്ഞുങ്ങളാ നമ്മുടെ കുഞ്ഞുങ്ങളല്ലേ? പിന്നെ അവര് ഏറ്റവും ശ്രേഷ്ഠമായ പല കാര്യത്തെ കുറിച്ച് കാണിച്ചു. അതെ അതെ. ഏറ്റവും മനോഹരമായ ചില സ്വഭാവങ്ങൾ, മനോഹരമായ ഒരു സ്ഥലത്ത് നിന്ന് ദൈവം അയച്ച ഗിഫ്റ്റ് അല്ലെ, സ്വർഗത്തിൽ നിന്ന് ദൈവം അയച്ച ഗിഫ്റ്റ്. അപ്പൊ ഈ ഗിഫ്റ്റ് ഒക്കെ നമുക്ക് ഉണ്ടാവണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് അല്ലെ, നമ്മൾ നേടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. നമുക്ക് ധർമ്മരാജങ്ങളിൽ വിളിച്ചാലോ? വിളിച്ചു നോക്കാം. ധർമ്മരാജങ്ങളിലെ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് കിട്ടി. എനിക്ക് തോന്നുന്നു മിക്കവാറും അത് നോക്കി പോയതായിരിക്കും. ഞാൻ അതിനകത്ത് ചൂടുവെള്ളം നിറയ്ക്കാൻ വേണ്ടി പോയതാ. അത് ശരി. വെള്ളം ചൂടുവെള്ളം വെച്ച പെട്ടെന്ന് തണുത്തു പോവോ? ഇല്ല, അത് ചൂട് മാറത്തില്ല. അത് അതിന്റെ ഒരു ക്വാളിറ്റിയാണ്. ആണോ? പിന്നെ അത് മാത്രമല്ല, തണുത്ത വെള്ളം ഫ്ലാസ്കിനകത്ത് ഒഴിച്ചാൽ തണുപ്പ് മാറത്തില്ല. അത് ശരി. അപ്പം നല്ല ഫ്ലാസ്ക് കിട്ടി, നല്ല സൂപ്പർ ക്വാളിറ്റി ഉള്ള ഒരുപാട് ഗുണങ്ങളുള്ള ഫ്ലാസ്ക് ആ കിട്ടി. രജയങ്ങളാണെങ്കിൽ വാച്ച് പിടിച്ചോണ്ടിരിക്കുക. രജയങ്ങളോട് ചോദിച്ചു നോക്കാം. ഞാനേ ഈ ഗോഡ്സ് അങ്കിളിന് ഇപ്പൊ വാച്ച് എന്നങ്ങ് പറയാം. ഞാൻ ഈ വാച്ച് അങ്ങ് തന്നേക്കാം. ഈ വാച്ച് അങ്ങ് എടുത്തു. എനിക്ക് ആ വാച്ച് വേണ്ട, വേറൊരു വാച്ച് എനിക്ക് തന്നാ. വേറൊരു വാച്ച് തന്നാ മതിയോ? വേറെ വാച്ച്. അപ്പൊ ഞാൻ എന്നാ വേറൊരു വാച്ച് തരാം. ഈ വാച്ച് എന്നാ വേണ്ടല്ലോ, ഇതാ പിടിച്ചോ. ഓക്കെ ഞാൻ എടുക്കട്ടെ. ഈ നല്ല രസമുള്ള വാച്ചാണല്ലോ നിങ്ങളെ. വാച്ച് കൊടുത്തു അല്ലേ? കണ്ടാ, നല്ല സ്മാർട്ട് വാച്ച് കേട്ടോ. ഞാനത് കെട്ടട്ടെ, എന്റെ കയ്യിലൊന്ന് കെട്ടട്ടെ. അങ്ങനെ ഈ വാച്ച് കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും? നമുക്കാണെങ്കിൽ സമയം നോക്കാം. പിന്നെ നടക്കുമ്പോ നമ്മൾ എത്ര യൂണിറ്റ് നടന്നു, എത്ര കിലോമീറ്റർ നടന്നു എന്നുള്ളത് അറിയാം. BP അറിയാം. അങ്ങനെയൊക്കെ. പിന്നെ കോള് വരും. പിന്നെ അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഇതിനകത്തുണ്ട് കേട്ടോ. നോക്കട്ടെ, ഞങ്ങള് പറഞ്ഞ ഗുണമൊക്കെ ഇതിൽ ഉണ്ടാവുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ വരുന്ന ദിവസങ്ങളില്. പറയണം കേട്ടോ, നല്ലതാണെങ്കിൽ. അപ്പൊ അങ്ങനെ നമ്മുടെ വാച്ചിന്റെ ഗുണവും പിന്നെ അങ്ങളിന് കിട്ടിയ ഫ്ലാസ്കിന്റെ ഗുണവും ഒക്കെ നമ്മളെ കേട്ടു. പക്ഷേ നമ്മള് ചില ആളുകളിലുള്ള പ്രത്യേകമായ ഗുണങ്ങളെ കുറിച്ചുള്ള ഒരു ബോക്സ് ആണ് ഇനി തുറക്കാൻ വേണ്ടി പോകുന്നത്. ഡിവൈൻ ക്വാളിറ്റീസ് എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ക്വാളിറ്റീസ് ആയിരിക്കും അല്ലേ? അതെ. ചില ആളുകളിലുള്ള സ്പെഷ്യൽ ക്വാളിറ്റീസ് എന്താന്നുള്ളതിനെ കുറിച്ച് ഒരു ഗെയിമാണ്, ഒരു ട്രഷർ ഗെയിമാണ്. അതൊന്ന് കണ്ടു നോക്കിയാലോ എന്നാ നമുക്ക്. അപ്പം ഏത് ക്ലാസ്സിലെ കൂട്ടുകാരാണ് അത് അവതരിപ്പിക്കുന്നതെന്ന് അറിയാമോ? 7ാം ക്ലാസ് ആണോ? ഗെയിം ഇഷ്ടമുള്ള കൂട്ടുകാരാണെന്നറിയോ? 7ാം ക്ലാസ് അല്ലേ? അല്ല, 2ാം ക്ലാസ്സിലെ കൂട്ടുകാരൻ. അയ്യോ, കൊച്ചു കുഞ്ഞുങ്ങളാ? കൊച്ചു കുഞ്ഞുങ്ങളിൽ നിന്ന് ഇച്ചിരി കൂടി വലിയ കൂട്ടുകാരൻ. വെരി ഗുഡ്. മിടുക്കര് കുഞ്ഞുങ്ങളാ അല്ലേ? അതെ. അപ്പൊ അത് നമുക്ക് കണ്ടിട്ട് മടങ്ങിയാലോ.
ഓക്കെ ഓക്കെ. Noah was righteous and blameless in his generation, believing that God would destroy the world with a flood. He built a large ark and saved his family. നോഹയിൽ കാണുന്ന നീതി പ്രസംഗിയായ നോഹ ദൈവത്തെ അനുസരിച്ചു. 6:22. Abraham, the father of believers, believed the words of God and set out on a journey to the land where God was going to show him. അബ്രഹാമിനുള്ള നിധി ദൈവത്താലുള്ള അചഞ്ചലമായ വിശ്വാസത്തെ ശ്രേഷ്ഠമായി കണ്ടു. എബ്രായർ 11:8. Moses was a miracle baby, born and brought up in Egypt. He chose to suffer the hardship of his own people, rejecting his high position and investments. മോശയിലുള്ള നീതി ലോകത്തിന്റെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിനെ നന്മ എന്ന് ഗണ്യമാക്കി. 11:26. താങ്ക് യു. ദാവീദ് പാപം ചെയ്യുകയിൽ കുറ്റബോധമുണ്ടായി ദൈവസന്നിധിയിൽ ഹൃദയം പകർന്ന് തന്റെ പാപങ്ങൾ ഏറ്റു പറഞ്ഞ് അനുലപിച്ച് പ്രാപിച്ചു. ദാവീദിനുള്ള നിധി 1:18-14. Solomon as a king asked for divine wisdom and knowledge to take care of his people. ശലോമോനിലെ നിധി ദൈവം തന്റെ എല്ലാ ആവശ്യങ്ങൾക്കും മതിയായവൻ എന്ന് എണ്ണി. സദൃശവാക്യങ്ങൾ 1:7. Lazarus. Family of Lazarus and his sister Martha and Mary loved Jesus, heard the word of God and served him. Treasure in Law's family, a family that loved Jesus passionately and served him. Joshua 24:15. സൂപ്പർ. എത്ര മനോഹരമായിട്ടാണ് ധർമ്മരാജങ്ങളെ. ഇതൊരു ഗെയിമായിരുന്നു കേട്ടോ. ഓ, അത് ലെവൽ 1 ലെവൽ 2 ആയിട്ടല്ലേ അവരുടെ ലെവൽ 1 എന്ന് പറയുന്നത് അവരുടെ ബാക്ക്ഗ്രൗണ്ട് പറയാണ്, ഓരോ വ്യക്തികളെ കുറിച്ചുള്ളത്. അത് കഴിഞ്ഞ് അവരിലുള്ള ട്രഷറിനെ കണ്ടെത്തുന്നതാണ് ലെവൽ 2 എന്ന് പറയുന്നത്. അപ്പൊ കൂട്ടുകാരെ എന്ത് ഭംഗിയായിട്ടാണ് അത് കളിച്ചത് അല്ലേ? അവർക്ക് നമുക്ക് നല്ലൊരു ക്ലാപ്പ് കൊടുക്കാം. ഓ, സൂപ്പർ സൂപ്പർ സൂപ്പർ. ഓക്കെ. നമുക്ക് വേറെ കുറെ മെറ്റീരിയൽ ബ്ലെസ്സിങ്ങും അതും ദൈവം തരുന്നതാണ് അല്ലേ? പറയാനുണ്ടോ? നമ്മുടെ ഈ ഫോൺ തന്നെ ദൈവത്തിന്റെ ഒരു വലിയ ഗിഫ്റ്റ് ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിയാ. നമുക്കിപ്പോ തന്നെ സൂമില് അല്ലേ ഇത് കാണാം. അതെ, ആ സൂമില്. പിന്നെയുണ്ട് നമ്മള് പണ്ട് ഈ മലയാളമൊക്കെ ടൈപ്പ് ചെയ്യാനായിട്ട് DTP സെന്ററിൽ ചെന്ന് അവര് പറയും മലയാളം ബുദ്ധിമുട്ടാണ്, പൈസ കൂടുതൽ വേണം. ഇപ്പൊ അതിന്റെ ഒന്നും ആവശ്യമില്ല. നേരിട്ട് വർത്തമാനം പറഞ്ഞ ടൈപ്പ് ചെയ്ത് കിട്ടും. നമ്മള് ചുമ്മാ പറഞ്ഞാൽ മതി, അതുപോലെ ടൈപ്പ് ചെയ്ത് കിട്ടും. ഏത് ഭാഷയും കിട്ടും കേട്ടോ. അപ്പൊ വളരെ ഈസി ആയി കാര്യങ്ങൾ അല്ലേ? പിന്നെ എല്ലാം വളരെ. അപ്പം ഇതെല്ലാം ദൈവത്തിന്റെ അനുഗ്രഹമായിരിക്കും അല്ലേ അങ്ങളെ? അതെ അതെ. പക്ഷെ അങ്ങളെ എനിക്ക് തോന്നുന്നു ഇതിനേക്കാളും മെച്ചമായ ആത്മീക അനുഗ്രഹങ്ങൾ ഒത്തിരി ഉണ്ട്. ഓ, അത് ശരി. അപ്പൊ ആ ബോക്സ് ആരാ തുറക്കാൻ വേണ്ടി പോകുന്നേ? ഇനി ആ ബോക്സ് ആണ് തുറക്കാൻ പോകുന്നത്. അത് ഇത്തിരി കട്ടിയുള്ള ബോക്സ് ആയതുകൊണ്ട് നമ്മുടെ സീനിയർ ക്ലാസ്സിലെ സ്റ്റുഡൻസ് ആണ് അത് പൊക്കാനായിട്ട് പോണേ. അത് ഇച്ചിരി കനമുള്ളതുകൊണ്ട് അവരായിരിക്കും കൊണ്ടുവരുന്നത് അല്ലേ? അതെ അതെ. അത് ഏത് ക്ലാസ്സിലെയാന്ന് അറിയാമോ നിങ്ങളെ? എനിക്ക് തോന്നുന്നു 11ാം ക്ലാസ് ആണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. സീനിയർ എന്നൊക്കെ പറഞ്ഞോണ്ടാ ഞാൻ അങ്ങനെ പറഞ്ഞു. 11ാം ക്ലാസ്സിലെ കൂട്ടുകാർ സ്പിരിച്വൽ ബ്ലെസ്സിങ് എന്ന് പറഞ്ഞൊരു ബോക്സ് ആണ് അവര് തുറക്കാൻ പോകുന്നത്. നമുക്കതൊന്ന് കണ്ടാലോ? കണ്ടേക്കാം. ഞങ്ങളെ ഓപ്പൺ ആയില്ല.
നാം നമ്മുടെ ജീവിതത്തിൽ നോക്കുമ്പോൾ അനേകം അനുഗ്രഹങ്ങൾ കർത്താവായ യേശുക്രിസ്തു നമുക്ക് തന്നിട്ടുണ്ട്. ഇതിൽ ഒന്നാണ് പുതുവത്സരം. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ അനേകം അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. ഇതിനോടനുബന്ധിച്ച് നമുക്ക് ബൈബിളിൽ നിന്നൊരു വാക്യം വായിക്കാം. എഫേസ്യർ 1:3. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായി വാഴ്ത്തപ്പെട്ടവരാണ്. ഇവിടെ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ആത്മീയ അനുഗ്രഹങ്ങളെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതുപോലെ തന്നെ ബൈബിൾ അനേകം ആത്മീയ അനുഗ്രഹങ്ങളെ പറ്റി പറയുന്നുണ്ട്. ഇതിൽ ചിലത് ഞങ്ങളുടെ കൂട്ടുകാർ ഇപ്പോൾ ഇവിടെ അവതരിപ്പിക്കുന്നതായിരിക്കും. ദൈവം ക്രിസ്തുവിൽ നമുക്ക് നൽകിയിരിക്കുന്ന രക്ഷയിൽ അടങ്ങിയിരിക്കുന്ന അനുഗ്രഹങ്ങളാണ് നീതീകരണവും വിശുദ്ധീകരണവും. റോമർ 3:24 പറയുന്നത് പോലെ ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവരെ തീർന്നു. ഈ പാപത്തിന്റെ ശമ്പളം മരണമാണെന്ന് നമുക്കറിയാം. ഇങ്ങനെ പാപം ചെയ്ത് മരണത്തിന് മാത്രം വിധിക്കപ്പെട്ടിരുന്ന മനുഷ്യർക്ക് തന്റെ മരണത്തിലൂടെ യേശുക്രിസ്തു നീതി നൽകുന്നു. അതുമാത്രമല്ല, അശുദ്ധിയിൽ ജീവിച്ചിരുന്ന നമ്മെ വിശുദ്ധീകരിച്ചും ഇരിക്കുന്നു. ഇങ്ങനെ ദൈവത്തിൽ നിന്ന് നമുക്ക് നീതിയും ശുദ്ധീകരണവുമായി തീർന്ന കർത്താവായ യേശുക്രിസ്തു എന്ന ദാന നിമിത്തം നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യും. അക്കാലത്ത് രാജാവ് ഒരു കൽപ്പന പുറപ്പെടുവിച്ചാൽ അത് മുദ്രയിട്ടിരിക്കുന്നു എങ്കിൽ അത് റദ്ദാക്കാനാവില്ല. ഒരു രേഖയെ ആധികാരികമാക്കുന്ന അല്ലെങ്കിൽ അംഗീകരിക്കുന്ന നോട്ടറി സ്റ്റാമ്പ് എന്ന് നമ്മൾ വിളിക്കുന്ന സ്റ്റാമ്പ് പോലെയാണ് മുദ്ര. അതുപോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ മുദ്രയിട്ടിരിക്കുന്നു. എഫേസ്യർ 1:14 നാം ഇപ്രകാരം വായിക്കുന്നു: തന്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ നമ്മെ മുദ്രയിട്ടി. രക്ഷിക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക് ദൈവം നൽകുന്ന ഒരു വാഗ്ദാനമാണ് നിത്യജീവൻ. ഇതിനെക്കുറിച്ച് നമ്മൾ 1 യോഹന്നാൻ 2:25 കാണുന്നു. ഇതാകുന്നു അവൻ നമുക്ക് തന്ന വാഗ്ദാനം, നിത്യജീവൻ തന്നെ. ക്രിസ്തുവിൽ നമുക്ക് നൽകിയിട്ടുള്ള വലിയൊരു അനുഗ്രഹമാണ് നമ്മെ ദൈവത്തിന്റെ കുടുംബത്തിലേക്ക് ദൈവം ദത്തെടുത്തുള്ളത്. അതനുസരിച്ച് നമുക്കൊരു വാക്യം വായിച്ചു കൊള്ളാം. റോമർ 8:15. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസത്വത്തിന്റെ ആത്മാവിനെയല്ല അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൽ പിതാവിനെ അത്രേ പ്രാപിച്ചത്. നാം പിശാച് എന്ന പിതാവിന്റെ മക്കളാണെന്ന് ബൈബിൾ പറയുന്നത്. എന്നാൽ ദൈവം നമ്മെ അദ്ദേഹത്തിന്റെ ഭവനത്തിലേക്ക് തിരഞ്ഞെടുക്കുവാൻ പ്രസാദം ചെയ്യുന്നത് തികച്ചും വലിയൊരു നന്മയാണ്. കർത്താവായ യേശുക്രിസ്തു ഒരുക്കിയ രക്ഷയുടെ കുടുംബത്തിൽ അംഗമാകാൻ ഇടയായത് വലിയൊരു ഭാഗ്യമാണ്. നമ്മുടെ ദൈവമായ കർത്താവ് പരിശുദ്ധനാണ്. പാപത്തിന് അവന്റെ സന്നിധിയിൽ നിലനിൽക്കാനാവില്ല. മനുഷ്യൻ ഏദൻ വിട്ടപ്പോൾ നേരിട്ടുള്ള പ്രവേശനം നഷ്ടപ്പെടുകയും ഒരു മധ്യസ്ഥനെ ആവശ്യമായി വരികയും ചെയ്തു. അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ മഹാപുരോഹിതൻ മാത്രം വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിച്ചിരുന്നത്. എന്നാൽ ഇന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയാൽ ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുവാൻ സാധിക്കും. നാം എബ്രായർ 4:16 ഇപ്രകാരം വായിക്കുന്നു: അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനായുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. An inheritance in the saints. വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കുന്നു. കൊലോസ്യർ 1:12. വെളിച്ചത്തിൽ നടക്കുവാനുള്ള അവകാശം വിശുദ്ധരായ നമ്മളെ പ്രാപ്തരാക്കുന്നു. ഈ അവകാശത്തിനായി ദൈവം നമ്മെ പ്രാപ്തരാക്കി. ഈ അവകാശം നമുക്ക് തന്നു കഴിഞ്ഞിരിക്കുകയാണ്, നാം നേടിയതല്ല, ദൈവം നമുക്ക് നൽകിയതാണ്. ക്ഷയം, മാലിന്യം, വാട്ടം ഇവയല്ലാത്ത അവകാശത്തിനായി നമ്മെ വീണ്ടും തിരിച്ചിരിക്കുന്നു. നാം മക്കളെങ്കിലോ അവകാശികളാകും. ആദ്യ മനുഷ്യ ദമ്പതികൾ പാപം ചെയ്തുകൊണ്ട് ദൈവവുമായുള്ള സമാധാന ബന്ധം തകർത്തെങ്കിലും മനുഷ്യരുമായുള്ള ആ ബന്ധം പുനഃസ്ഥാപിക്കാൻ ദൈവം ഉടനടി ക്രമീകരണം ചെയ്തു. തന്റെ പുത്രന്റെ മരണത്താൽ നഷ്ടപ്പെട്ടു പോയ സമാധാന ബന്ധം പുനഃസ്ഥാപിച്ചു. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്ന് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു. നാം ഫിലിപ്പിയർ 4:7 ഇപ്രകാരം വായിക്കുന്നു: എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിനവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. നമ്മെ നീതീകരിച്ച് ദൈവത്തോട് സമാധാനം തന്ന യേശു ക്രിസ്തുവിന് സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ഞങ്ങൾ പറഞ്ഞതുപോലെ ആത്മീക അനുഗ്രഹങ്ങളായ നീതീകരണം, വിശുദ്ധീകരണം, പരിശുദ്ധാത്മാവിനാലുള്ള നിത്യജീവൻ,
ദൈവഭവനത്തിലുള്ള പ്രവേശനം, ദൈവവുമായുള്ള ബന്ധം, വിശുദ്ധന്മാർക്കുള്ള അവകാശം, സമാധാനം തുടങ്ങി അനേക ആത്മീയ അനുഗ്രഹങ്ങൾ ദൈവവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ആത്മീയ അനുഗ്രഹങ്ങൾ പ്രാപിച്ച് ഈ പുതുവത്സരത്തിൽ കർത്താവിനായി നമുക്ക് ജീവിക്കാം. എന്നാൽ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ദൈവം നമ്മോട് കൂടി ഇരിക്കുമാറാകട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഓ, എത്ര മനോഹരമായ പ്രോഗ്രാമാണ് ധർമ്മരാജ്യങ്ങളെ നമ്മുടെ ക്ലാസ് 11 കൂട്ടുകാർ അവതരിപ്പിച്ചത്. അതെ ഞങ്ങളെ. അപ്പോ നമ്മുടെ അവര് നന്നായിട്ട് കാര്യങ്ങളൊക്കെ പഠിച്ച് അല്ലെ, വളരെ സൂപ്പറായിട്ട് അവർ അവതരിപ്പിച്ചു. ആത്മീയ അനുഗ്രഹങ്ങളും ദൈവത്തിന്റെ ദാനമാണ് അല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും. എന്തെല്ലാം നന്മകളാണ് നമുക്കുള്ളത്. ഞങ്ങളെ നമ്മളെന്തായാലും സൺഡേ സ്കൂൾ ആനിവേഴ്സറിക്ക് വന്നതല്ലേ, അപ്പോൾ നമുക്ക് ആത്മീകമായിട്ടൊരു ഒരു ഒരു സന്തോഷം ലഭിക്കണമെങ്കിൽ എന്ത് കേൾക്കണം? ദൈവ വചനം കേൾക്കണം. അത് കുറച്ച് സമയമായാലും അത് നല്ല സ്വീറ്റ് ആയിരിക്കും അല്ലെ? അതെ, ഷോർട്ട് ആൻഡ് സ്വീറ്റ് എന്നാ പറയുക. അങ്ങനെ ഷോർട്ട് ആൻഡ് സ്വീറ്റ് ആയിട്ട് നമ്മളോട് ഒരു സ്റ്റോറി പോലെ ഒരു കഥ പറയാൻ വരുന്ന ആരാന്നറിയാമോ? കഥ പറയാനാണെങ്കിൽ നമ്മൾ നമ്മെ വാച്ച് കൊടുത്ത ഒരു അങ്കിളാണ്. എനിക്ക് വാച്ച് തന്ന അങ്കിള്. വാച്ച് തന്ന അങ്കിള്. ഓക്കെ ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം, രചയങ്ങൾ തന്നെ ഏൽപ്പിച്ചേക്കാം. ഓക്കെ, അപ്പൊ രചയങ്ങളെ വിളിക്കാം. ഓക്കെ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെല്ലാവരും ഈ സൺഡേ സ്കൂൾ വാർഷികം ശരിക്കും ആഘോഷിക്കുന്നു എന്ന് തന്നെ ഞാൻ മനസ്സിലാക്കുന്നു. കാരണം നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിവിധ പ്രോഗ്രാം എങ്ങനെയാണ് അവർ അത് അവതരിപ്പിച്ചിരിക്കുന്ന രീതി, ഇറ്റ് ഈസ് അമേസിങ്. അപ്പോൾ അങ്കിള് പറഞ്ഞതുപോലെ, ഗോഡ്സ് അങ്കിൾ പറഞ്ഞതുപോലെ വളരെ വേഗത്തിൽ ഒരു ചെറിയ കാര്യം നിങ്ങളോട് സംസാരിക്കാനായിട്ടാണ് പോകുന്നത്. ദൈവം നമുക്ക് നൽകിയ ഗിഫ്റ്റുകളെ കുറിച്ചാണ് ഇതുവരെ നമ്മൾ ചിന്തിച്ചത്. ഞാൻ അതിനെ ഒന്നുകൂടെ ക്രോഡീകരിച്ച് അവസാനിപ്പിക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇതാണ്. നമ്മൾ ബൈബിളിൽ ഇങ്ങനെ വായിക്കുന്ന ഒരു വാക്യമുണ്ട്. ആ വാക്യം ഇങ്ങനെയാണ്, ഞാനത് ഡിസ്പ്ലേ ചെയ്യാം. പത്രോസ് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം അതിന്റെ 3-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും ദൈവം ദാനം നൽകിയിരിക്കുന്നു. ഇപ്പൊ നമ്മൾ ഓർത്ത് നോക്കണം, നമ്മുടെ ജീവന് വേണ്ടി, നമ്മുടെ ഭക്തിക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ദൈവം ദാനം നൽകിയതാണ്. അങ്ങനെയാണെങ്കിൽ ദൈവം ദാനം നൽകിയ ലിസ്റ്റ് നമ്മളൊന്ന് പരിശോധിച്ചാൽ എത്രയേറെ ഉണ്ടെന്നറിയാം. എന്നാൽ അതിലെ 3 കാര്യങ്ങൾ അങ്കിൾ വളരെ വേഗത്തിൽ നിങ്ങളോട് പറയാനായിട്ട് പോവുകയാണ്. ഒന്നാമത്തെ ദൈവത്തിന്റെ ദാനം എന്നുള്ളത് എനിക്ക് ഫീൽ ചെയ്തും അല്ലെ എന്നെ ഏറ്റവും ടച്ച് ചെയ്തതുമായ ഒരു കാര്യം, നമ്മുടെ ധാരാളം ഗിഫ്റ്റ് ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. അതിൽ ഒരു ഗിഫ്റ്റ് ചിലപ്പോൾ പ്രകൃതി, നല്ല പ്രകൃതി നമുക്ക് ദാനം നൽകിയിട്ടുണ്ട്. സൂര്യനെയും ചന്ദ്രനെയും നമുക്ക് നൽകിയിട്ടുണ്ട്. അതിമനോഹരമായ പ്രകൃതി ദാനം നൽകി. ഇതെല്ലാം ദൈവത്തിന്റെ ദാനമാണ്, സംശയമൊന്നുമില്ല. എന്നാൽ ഞാൻ പറയാൻ പോകുന്നത് ഒന്നാമത്തെ കാര്യം, ദൈവം നമുക്ക് നൽകിയ ജീവനാണ്. ബർത്ത് എന്ത് നല്ലതാണെന്നറിയാം, നമുക്ക് ജീവൻ നമുക്ക് നൽകി. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 7-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവം മനുഷ്യനെ ജീവൻ നൽകി എന്നുള്ളതാണ്. അപ്പൊ ഞാൻ സുഹൃത്തുക്കളോടൊന്ന് ചോദിക്കട്ടെ, ദൈവം എങ്ങനെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്? ആർക്കെങ്കിലും 1-2 പേർക്കൊന്ന് പറയാമോ? ദൈവം എങ്ങനെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്? വേഗത്തിൽ പറയണം. ദൈവം എങ്ങനെയാ മനുഷ്യനെ സൃഷ്ടിച്ചത്? ആരുമില്ലേ? ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, പറഞ്ഞാട്ടെ ആരാണ് പറയുന്നത്? മണ്ണ് കൊണ്ട് എന്ത് ചെയ്തു? എനിക്ക് മനസ്സിലായില്ല, ഒന്ന് ഉറക്കെ പറയാമോ? മണ്ണുകൊണ്ട് ഒരു രൂപം നിലത്തെ ആണ്. നോക്കണം, എത്ര കറക്റ്റ് ആയിട്ടാണ് ഞാൻ പറയുന്നത്. ചില ആളുകൾ പറയുന്നത് എങ്ങനെയാ അറിയോ? നിലത്തെ മണ്ണ് കൊണ്ട്, നിലത്തെ പൊടി കൊണ്ട് ദൈവം നിലം കുഴച്ചു, അങ്ങനെ മനുഷ്യന്റെ രൂപം ഉണ്ടാക്കി എന്നൊക്കെയാ പറയുന്നത്. പക്ഷെ ബൈബിളിൽ അങ്ങനൊന്നുമില്ല. ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചു എന്നാണ്.
ദൈവം നിലത്തെ പൊടി കൊണ്ട്, അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ഭയങ്കര അതിശയമാണ്. ദൈവം പൊടി കൊണ്ട്, പൊടി എന്ത് ചെയ്യുന്നറിയാമോ, ഒരു മനുഷ്യ രൂപം എടുത്തു. അതിൽ ദൈവം ആ മൂക്കിൽ എന്ത് ചെയ്യുന്നറിയാമോ, ജീവശ്വാസം ഊതി. ഇങ്ങനെയാണ് വായിക്കുന്നത്, യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയത്. ഇവിടെ ഭയങ്കര അതിശയിക്കുന്ന ഒരു കാര്യം, ദൈവം നമ്മളുടെ തുറന്ന മൂക്കിൽ ദൈവം ഒരു വലിയ ശ്വാസം വെച്ചു. ഇതെങ്ങനെ സാധ്യമാകും? പൊടി കൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കി, കുഴച്ചുണ്ടാക്കി എന്നൊന്നും പറയുന്നില്ല, പൊടി കൊണ്ട് ഇതുണ്ടാക്കി. അതെങ്ങനെ സാധ്യമാണ്? ഹൗ ഇറ്റ് ഈസ് പോസിബിൾ? ഇറ്റ്സ് എ മിറക്കിൾ. അത് ഭയങ്കര അത്ഭുതമാണ്. നമ്മുടെയൊക്കെ തുറന്ന മൂക്കിനകത്ത് നമ്മുടെ ശ്വാസം നിലനിൽക്കുന്നത് തന്നെ എന്തൊരു അത്ഭുതമല്ലേ. ഏത് സമയത്തും ഈ മൂക്കിൽ നിന്ന് ശ്വാസം പോകാം. നമുക്ക് ശ്വാസം നിലനിർത്തിയിരിക്കുന്നത് തന്നെ ദൈവത്തിന്റെ ഏറ്റവും വലിയൊരു അത്ഭുതമാണ്. അതായത് നമ്മുടെ ജീവൻ ദൈവത്തിന്റെ ഏറ്റവും വലിയ ദാനമാണ്. രണ്ടാമത് അങ്കിള് പറയാൻ പോകുന്നത്, നമ്മുടെ ശ്വാസം മാത്രമല്ല, നമ്മുടെ ജീവിതം ദൈവത്തിന്റെ ദാനമാണ്. ഒരു ലൈഫ് നമുക്ക് നൽകി, ഈ ഭൂമിയിൽ ജീവിക്കാനായിട്ട് ദൈവം നമുക്ക് അനുമതി നൽകി. അത് ദൈവത്തിന്റെ ഒരു വലിയ ഭാഗ്യമാണ്. നമ്മൾ ഏത് സ്ഥലത്ത് ജനിക്കണമെന്ന് തീരുമാനിച്ചത് നമ്മളല്ല, ദൈവമാണ്. നമ്മുടെ മാതാപിതാക്കൾ ആരായിരിക്കണമെന്ന് തീരുമാനിച്ചത് നമ്മളല്ല, ദൈവമാണ്. നമ്മളുടെ വർഷം, ഏത് വർഷം നമ്മൾ ജനിക്കണമെന്ന് തീരുമാനിച്ചത് നമ്മളല്ല, അത് ദൈവമാണ്. നമ്മുടെ ജാതി എന്തായിരിക്കണം തീരുമാനിച്ചത് നമ്മളല്ല, ദൈവമാണ്. നമ്മളുടെ സഭ ഏതായിരിക്കണം നമ്മളല്ല തീരുമാനിച്ചത്, ദൈവത്തിന്റെ പ്രവർത്തന പദ്ധതിയാണ്. നമ്മൾ ഏത് എറയിൽ ജനിക്കണമെന്ന് തീരുമാനിച്ചതും ദൈവത്തിന്റെ പദ്ധതിയാണ്. നമ്മളുടെ ആകാരം, നമ്മുടെ ഷേപ്പ് എന്തായിരിക്കണം എന്ന് തീരുമാനിച്ചതും ദൈവമാണ്. നമ്മളുടെ ക്യാരക്ടർ, സ്വഭാവം എന്തായിരിക്കണം, ടെമ്പർമെന്റ് എന്തായിരിക്കണം, അതും ഡിസൈൻ ചെയ്തത് ദൈവമാണ്. നമ്മുടെ ജെൻഡർ, നമ്മൾ ആണാണോ പെണ്ണാണോ എന്ന് തീരുമാനിച്ചതും ദൈവമാണ്. എങ്ങനെ ജനിക്കണമെന്ന് തീരുമാനിച്ചതും ദൈവമാണ്. നമ്മുടെ കുടുംബം, ഏത് കുടുംബത്തിൽ നമ്മൾ ജനിച്ച് വളർത്തപ്പെടണം എന്ന് തീരുമാനിച്ചതും ദൈവമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളെ ഓരോരുത്തരെയും ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ചത് ദൈവത്തിന്റെ പ്രത്യേകമായ ഒരു കയ്യൊപ്പോടു കൂടിയാണ്. നമ്മൾ ആകസ്മികമായി ഈ ഭൂമിയിൽ ജനിച്ചവരല്ല. ദൈവത്തിന്റെ പ്രത്യേകമായ ലക്ഷ്യത്തോടുകൂടി ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെ ദാനം നൽകിയിട്ട് നമ്മളെ ഈ ഭൂമിയിൽ ദൈവം ജനിപ്പിച്ചു എന്നുള്ളത് കൊണ്ട് നമ്മുടെ ജീവിതം ദൈവത്തിന്റെ ദാനമാണ്. ആ ദാനം ദൈവത്തിന് മടക്കി കൊടുക്കാൻ നാം കടപ്പെട്ടവരാണ്. ഇതിനേക്കാളും വലിയ ഒരു ഗിഫ്റ്റ് ദൈവം നൽകി. ഈ ഗിഫ്റ്റിനേക്കാളും ഒക്കെ വലിയ ഒരു ദൈവം ഒരു ദാനം നൽകി. അതെന്താണെന്നറിയാമോ? ഒരു വിലയേറിയ ദാനം. ആ വിലയേറിയ ദാനത്തെക്കുറിച്ച് നമ്മൾ നേരത്തെ ഒന്ന് പരാമർശിച്ചു പോയി. ആ ദാനം മറ്റൊന്നുമല്ല, ദൈവം മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് വന്നു. ദൈവം നമ്മളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്ന ദൈവം, മനുഷ്യനോട് സംസാരിക്കാൻ വേണ്ടി ദൈവം ഒരു മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. എന്നിട്ട് എന്ത് അറിയാമോ? പുൽത്തൊട്ടിയിൽ യേശുവിനെ കിടത്തി. ജനിച്ചത് എവിടെയാണെന്ന് അറിയില്ല, യേശുവിനെ കിടത്തിയത് പുൽത്തൊട്ടിയിലാണ്. യേശു ക്രിസ്തു വളർന്നു 33.5 വർഷം നമുക്ക് വേണ്ടി ഈ ലോകത്തിൽ ജീവിച്ചു. അവസാനം 33.5 വർഷത്തിൽ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. ഏറ്റവും വലിയ പരമയാഗം കാൽവരി ക്രൂശിൽ എന്റെയും നിങ്ങളുടെയും പാപങ്ങൾ വഹിച്ചുകൊണ്ട്, ഞാനും നിങ്ങളും നരകത്തിൽ അനുഭവിക്കേണ്ട എല്ലാ വ്യഥകളും ഏറ്റെടുത്തുകൊണ്ട് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചു. ആ മരണം കൊണ്ട് അവസാനിച്ചില്ല. യേശുവിനെ കല്ലറയിൽ വെച്ചു. മരണത്തെ വെന്ന് കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. നമുക്ക് ഏറ്റവും വലിയ ഒരു ദാനമായി ലഭിച്ച യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ഏറ്റവും വലിയ ഒരു ദാനം കിട്ടി. അത് ദൈവം ഒരുക്കിയ രക്ഷയാണ്. ഈ ലോകത്തിൽ ആർക്കും തരാൻ കഴിയാത്ത, ഈ ലോകത്തിൽ ഒരു മനുഷ്യർക്കും തരാൻ കഴിയാത്ത, ഒരു വ്യക്തിക്കും തരാൻ കഴിയാത്ത, ഒരു സംഘടനയ്ക്കും തരാൻ കഴിയാത്ത ഏറ്റവും വലിയ കാര്യം കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ദേഹമെന്ന തിരശ്ശീലയിലൂടെ, തൻ്റെ ദേഹം തനിക്ക് യാഗമായി അർപ്പിച്ചതിലൂടെ നമുക്ക് വലിയൊരു രക്ഷ സ്വായത്തമായി. ആ രക്ഷ എൻ്റെ ദാനമാകണമെങ്കിൽ, നിങ്ങളുടെ ഗിഫ്റ്റ് ആകണമെങ്കിൽ, എന്നെ കേൾക്കുന്ന ഓരോരുത്തരുടെയും ഗിഫ്റ്റ് ആകണമെങ്കിൽ നിങ്ങൾ നിസ്സാരമായ ഒരു കാര്യം ചെയ്താൽ മതി. നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിലിരുന്നുകൊണ്ട്, നിങ്ങൾ കിടക്കുന്ന കിടപ്പിലിരുന്നുകൊണ്ട്, നിങ്ങൾ എവിടെ ആയിരുന്നാലും അവിടെ ഇരുന്നുകൊണ്ട്, കർത്താവേ, ഞാനൊരു പാപിയാണ്, എൻ്റെ പാപത്തിന് വേണ്ടിയാണ് യേശു മരിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങയുടെ ഒരു മകനാക്കി, മകളാക്കി എന്നെ തീർക്കണമേ എന്ന് ആത്മാർത്ഥമായി നിങ്ങളുടെ ഹൃദയാന്തർഭാഗത്ത് നിന്ന് പ്രാർത്ഥിച്ചാൽ മതി. ഞാൻ ഒരിക്കൽ കൂടി പറയാം, കർത്താവേ, ഞാനൊരു പാപിയാണ്, എൻ്റെ പാപത്തിന് വേണ്ടിയാണ് യേശു ക്രിസ്തു മരിച്ചത്. യേശുവിനെ ഞാൻ രക്ഷിതാവും കർത്താവുമായി
ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നു, അങ്ങ് ഇന്ന് രക്ഷിതാവായി ജീവിക്കുന്നു എന്നുള്ള സത്യം ഏറ്റുപറഞ്ഞാൽ തീർച്ചയായും ദൈവത്തിൻ്റെ ഒരു പൈതലായി തീരുവാനിടയാകും. അതാണ് ദൈവം നൽകിയ ഏറ്റവും വലിയ ദാനമായ യേശുക്രിസ്തുവും അതിലൂടെ നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ ഗിഫ്റ്റായ നിത്യരക്ഷയും. അത് അംഗീകരിക്കുവാൻ, അത് സ്വായത്തമാക്കുവാൻ നിങ്ങളേവരെയും ഞാൻ ദൈവത്തിൻ്റെ ആത്മാവിൽ ആഹ്വാനം ചെയ്യുകയും ഇതുവരെയും യേശുവിനെ രക്ഷിതാവും കർത്താവായിട്ട് അംഗീകരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായിട്ട് അംഗീകരിച്ച് ദൈവത്തിൻ്റെ മക്കളായി തീരുവാൻ ദൈവം നിങ്ങളെ അനുവദിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമുക്ക് നൽകിയ ഏറ്റവും വലിയ ദാനം നമ്മുടെ ജീവൻ, നമ്മുടെ ജീവിതം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അതിലൂടെ നമുക്ക് നൽകിയ കർത്താവിൻ്റെ രക്ഷ. ദൈവം ധാരാളമായി നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഓവർ ടു ഗോഡ്സ് നമ്പി. ഓക്കെ, താങ്ക് യു റജിയങ്കൾ. ധർമ്മരാജങ്ങളെ നമുക്ക് നല്ലൊരു താങ്ക് യു റജിയങ്ങൾ കൊടുക്കണം അല്ലേ? താങ്ക് യു സോ മച്ച്. ഞാനിത് ഓർത്തിരിക്കുന്നത് BLC, ബ്രെത്ത് ലൈഫ് ക്രൈസ്റ്റ്. ഓ സൂപ്പർ. അപ്പൊ അങ്ങളെ നമ്മൾ അൺബോക്സ് ചെയ്തതിലൊക്കെ ഏറ്റവും നല്ല സമ്മാനം എന്ന് പറയുന്നത് രക്ഷയാണെന്നാണ് വിജയങ്ങൾ പറഞ്ഞത് അല്ലേ? അതെ 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 അതെ. അപ്പോൾ ഈ ജീവിതത്തിലെ ഏറ്റവും വലിയ ഗിഫ്റ്റ്. യെസ്. അങ്ങളെ ഈ രക്ഷ തന്ന യേശുവിനെ കാണാൻ നമുക്ക് ആഗ്രഹമില്ലേ? അതെ, ഈ രക്ഷ തന്ന യേശുവിനെ കാണണം. മാത്രമല്ല, ഈ ഗിഫ്റ്റ് നമുക്ക് സ്വീകരിക്കുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന മഹത്തായ ഒരു കാര്യം കൂടി അതിനുണ്ട്. അത് പറയാൻ വേണ്ടി നമ്മുടെ ഒരു ക്ലാസ്സിലെ കൂട്ടുകാരും കൂടി ഉണ്ട്. അതാണ് നെക്സ്റ്റ് പ്രോഗ്രാം. ആണോ? അതെ, എനിക്ക് തോന്നുന്നേ ഇനി ഈ വർഷത്തെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കൂട്ടുകാരായിരിക്കാൻ സാധ്യതയുണ്ട്. ഉണ്ട്. നമ്മുടെ 10ാം ക്ലാസ്സിലെ കൂട്ടുകാരാണ്. ഓക്കെ, അപ്പൊ അവരുടെ പ്രോഗ്രാം ഒന്ന് കണ്ടിട്ട് മടങ്ങി വരാം അല്ലേ? ഓക്കെ. Greetings to you all in the precious name of our Lord and Savior Jesus Christ. Today, we as students of class 10 is going to present the 7 signs from the book of Revelation. The book of Revelation is not a puzzle or code to predict the end of the world. It is the letter written to the 7 churches in Asia Minor as both an encouragement and challenge. The book is filled with visions and images that refer to the return of Jesus Christ as the ultimate King, where he will restore his people. This is the ultimate faith and hope that we all have. This helps all of us and the people in all generations to remain in faith even though they go through persecution. വെളിപ്പാട് 1 മുതൽ 2 വരെയുള്ള അധ്യായം കാണുന്ന 7 സഭകൾ എഫെസോസ്, സ്മുർണ, പെർഗമോസ് എന്നീ 3 സഭകൾ ചരിത്രപരമായ ഭൂതകാലത്തും തിയതൈര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്ക എന്നീ 4 സഭകൾ ചരിത്രപരമായ വർത്തമാനകാലത്തും നിലനിൽക്കുന്നു. എഫെസോസ് സഭയ്ക്ക് കർത്താവ് വെളിപ്പെടുന്നത് 7 നക്ഷത്രം വലങ്കായി പിടിച്ചുകൊണ്ട് 7 പൊൻനിറ വിളക്കുകളുടെ നടുവിൽ നടുക്കുവാനായിട്ടാണ്. AD 70 മുതൽ 120 വരെ എഫെസോസ് കാലയളവ് പ്രതിദാനം ചെയ്യുന്നു. സ്മുർണ സഭയുടെ മുമ്പിൽ കർത്താവ് പ്രത്യക്ഷപ്പെടുന്നത് മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിക്കുകയും ചെയ്ത ആദ്യനും അന്തിനുമായിട്ടാണ്. AD 170 മുതൽ 312 വരെയാണ് ഈ കാലയളവ് നീണ്ടു നിൽക്കുന്നത്. പെർഗമോസിന് മുമ്പിൽ കർത്താവ് വെളിപ്പെടുന്നത് മൂർച്ചയേറിയ ഇരുവായ് തലയുള്ള വാളുള്ളവനായിട്ടാണ്. AD 312 മുതൽ 606 വരെയുള്ള കാലയളവിനെ പെർഗമോസ് സൂചിപ്പിക്കുന്നു. തുയതയുടെ മേച്ചമ വിശ്വാസം സമുദായത്തെ അഗ്നിജ്വാലയ്ക്ക് ഒത്തവണ്ണം വെള്ളത്തിനോട് സദൃശമായ കാലമുള്ള ദൈവപുത്രൻ ദൂരെ നിന്ന് കാണുകയും ചെയ്യുന്നു. AD 606 16ാം നൂറ്റാണ്ട് വരെയുള്ള 10 ദീർഘശതാബ്ദങ്ങളെയാണ് തുയതയുടെ കാലയളവ് സൂചിപ്പിക്കുന്നത്. സദീസിന്റെ മുമ്പിൽ കർത്താവ് വെളിപ്പെടുന്നത് ദൈവത്തിന്റെ 7 ആത്മാവും 7 നക്ഷത്രങ്ങളുമായിട്ടാണ്. 16ാം നൂറ്റാണ്ട് മുതൽ 18ാം നൂറ്റാണ്ട് വരെ അവസാനം വരെയുള്ള കാലയളവ് സദീസിനെ സൂചിപ്പിക്കുന്നു. ഫിലദൽഫിയയുടെ കാര്യത്തിൽ കർത്താവ് സംസാരിക്കുന്നത് വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലും ഉള്ളവനായി ആരും അടയ്ക്കാത്ത വണ്ണം തുറക്കുകയും ആരും തുറക്കാത്ത വണ്ണം അടയ്ക്കുകയും ചെയ്യുന്ന ജേതാവായിട്ടാണ്. അവസാനമായി ലവോദിക്കയുടെ ഒരു മതോഷ്ണ സഭാകാലയളവിനെയാണ് സൂചിപ്പിക്കുന്നത്. വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായ ദൈവ സൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്ന നിലയിൽ ദൈവപുത്രൻ പ്രത്യക്ഷപ്പെടുന്നു. 7 stars. These also represent the 7 churches we meet in Revelation. God tells us clearly to John when he says, "The 7 stars are the angels of the 7 churches." Revelation chapter 1 verse 20. The same passage also tells that the 7 lampstands represent different churches.
Seven horns. Seven horns are one of seven spirits of God which are mentioned in Revelation chapter 5 verse 6. Then I saw a lamb looking as if it had been slain, standing in the center of the throne, encircled by the four living creatures and elders. He had 7 horns and 7 eyes, which are the 7 spirits of God sent out into the earth. There is a wild beast that has 7 horns and 7 eyes. The beast represents Jesus who can break the seals of judgment and usher the last of days, the times that has been predicted since the Old Testament. The 7 trumpets. The blowing of the 7 trumpets is described in chapters 8 to 11 of Revelation. On breaking the 7th seal, there is silence in heaven for half an hour. The trumpets which are sounded thereafter and the 7 vials which are emptied on the earth are part of God's judgment on earth. The silence is broken by the appearance of 7 angels who stand before God, and the 7 trumpets are given to them. The 7 seals are one of the series of end-time judgments from God. The seals are described in Revelation 6 and 8. First seal, it introduces the Antichrist. He rides a white horse which speaks of peace. Second seal, when the seal is broken, great warfare breaks out on the earth. This is symbolized by a rider with a large red horse on a fiery red horse. Third seal, in this, the rider is riding a black horse holding a pair of scales in his hand. Fourth seal, a rider named Death and Hades are riding a fiery horse. This causes 1/4 earth killed by the sword, famine, death, and beast. Fifth seal, in this, the martyr will cry out. The martyr are told to wait, and the God promised to avenge them, but the time was not yet. Sixth seal, a devastating earthquake occurs, causing massive upheaval and terrible devastation among the unusual astronomical phenomena. Seventh seal, when the 7th seal is opened, there was a silence in heaven for about a half an hour. It introduced the next series of judgment, that is the 7th trumpet of judgment. The 7 thunders. The incident of the 7 thunderous voices occurs in the interlude between the 6th and 7th trumpets. Thunder is a mark of judgment in the scripture. So these powerful thunderous voices are marking the judgment of God upon the sinful earth. The thunder represents the voice of God. Psalms 18 verse 13 says, "The Lord thundered from heaven. The voice of the Most High resounded." 7 ക്രോധ കലശങ്ങൾ. മഹാപീഡന കാലത്തിന്റെ അന്ത്യത്തിൽ സംഭവിക്കാൻ പോകുന്ന ഭയാനകമായ ന്യായവിധികളാണ് 7 ക്രോധ കലശങ്ങൾ. ദൈവത്തിന്റെ ക്രോധം നിറഞ്ഞ 7 കലശങ്ങൾ 7 ദൂതന്മാരുടെ കയ്യിൽ കൊടുത്തു. ഒന്നാമത്തെ ദൂതൻ തന്റെ കലശം ഭൂമിയിൽ ഒഴിച്ചപ്പോൾ മനുഷ്യർക്ക് വല്ലാത്ത ദുർവ്രണമുണ്ടായി. രണ്ടാമത്തെ ദൂതൻ തന്റെ കലശം സമുദ്രത്തിൽ ഒഴിച്ചു. അപ്പോൾ അത് മരിച്ചവന്റെ രക്തം പോലെ ആയിത്തീർന്നു. സമുദ്രത്തിലുള്ള ജീവജന്തുക്കളൊക്കെയും ചത്തുപോയി. മൂന്നാമത്തെ ദൂതൻ തന്റെ കലശം നദികളിന്മേലും നീരുറവകളിന്മേലും ഒഴിച്ചു. അപ്പോൾ അവ രക്തമായി തീർന്നു. നാലാമത്തെ ദൂതൻ തന്റെ കലശം സൂര്യനിൽ ഒഴിച്ചു. അപ്പോൾ മനുഷ്യർ അത്യുഷ്ണത്താൽ വെന്തുപോയി. അഞ്ചാമത്തെ ദൂതൻ തന്റെ കലശം മൃഗത്തിന്റെ സിംഹാസനത്തിൽ ഒഴിച്ചു. അപ്പോൾ അതിന്റെ രാജ്യം ഇരുണ്ടുപോയി. ആറാമത്തെ ദൂതൻ തന്റെ കലശം യുഫ്രാത്തേസ് എന്ന മഹാനദിയിൽ ഒഴിച്ചു. അപ്പോൾ അതിന്റെ വെള്ളം വറ്റിപ്പോയി. ഏഴാമത്തെ ദൂതൻ തന്റെ കലശം ആകാശത്തിൽ ഒഴിച്ചു. മിന്നലും നാദവും ഇടിമുഴക്കവും വലിയ ഭൂകമ്പവും ഉണ്ടായി. വിജയങ്ങളെ, നമ്മുടെ ക്ലാസ് 10 കൂട്ടുകാര് നല്ല സൂപ്പറായിട്ടൊരു പ്രോഗ്രാം അവതരിപ്പിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും വെളിപ്പാട് പുസ്തകം സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാനുള്ള 7 കാര്യങ്ങൾ. അതെ, വെളിപ്പാട് പുസ്തകത്തിൽ നിന്നാണ് ആ 7 കാര്യങ്ങളും കൊണ്ടുവന്നത് അല്ലേ? അതെ അതെ. അപ്പൊ നമ്മുടെ ഈ കൂട്ടുകാര് അത്രയും നല്ലൊരു പ്രോഗ്രാം അവതരിപ്പിച്ചു. അവരുടെ ബോക്സുകളൊക്കെ നമ്മൾ തുറന്നു. ആ ബോക്സിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ദൈവത്തിന്റെ ഗിഫ്റ്റ് ആയിട്ടുള്ളതെന്ന് കണ്ടു അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ എന്നാ നമുക്കൊരു കാര്യം ചെയ്താലോ, നമ്മുടെ ജെയിംസ് അങ്ങളെ നമുക്കൊന്ന് വിളിച്ചാലോ? കാരണം ഇനിയും അവര് ചില ഗിഫ്റ്റ് തുറക്കണമല്ലോ. അതെ 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 അല്ലേ? അതെ. അപ്പൊ നമ്മുടെ ജെയിംസ് അങ്ങളെ നമുക്ക് ഹാൻഡ് ഓവർ ചെയ്തേക്കാം അല്ലേ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഓക്കെ. സമയം മുന്നോട്ട് പോകുന്നത് കൊണ്ട് വേഗത്തിൽ നമുക്ക് ശുശ്രൂഷകൾ അവസാനിപ്പിക്കാം.
ഓക്കെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട പ്രോഗ്രാമുകളായിരുന്നു ഇവിടെ നടത്തപ്പെട്ടത്. ശരിക്കും നമ്മളൊരു സഭാ ഹാളിൽ ഒരു സൺഡേ സ്കൂൾ ആനിവേഴ്സറി നടത്തുകയാണെങ്കിൽ അതിന് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരിക്കുകയില്ല. എന്നാൽ ഈ ഓൺലൈനിൽ ഇങ്ങനെ നടത്തുക എന്ന് പറയുന്നത് വളരെയധികം ശ്രമകരമായ ഒരു കാര്യമാണ്. കുഞ്ഞുങ്ങൾ അത് വളരെ ഉത്തരവാദിത്വത്തോടുകൂടി ഏറ്റെടുത്ത് ചെയ്തു. അതുമാത്രമല്ല, ധർമ്മരാജങ്ങളും ഗോഡ്സനങ്ങളും റജി അങ്കളും ഇതിന് പിന്നിൽ വളരെ ആത്മാർത്ഥതയോടെ നിന്നു, പ്രവർത്തിച്ചു, നല്ലൊരു മെസ്സേജ് തന്നു. എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവർക്കും ഒരു ക്ലാപ്പ് പത്തനംതിട്ട സെന്ററിന്റെ പേരിൽ ഞങ്ങൾ നൽകുകയാണ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ വേഗത്തിൽ ഈ മീറ്റിംഗ് ഇവിടെ അവസാനിപ്പിക്കുന്നതാണ്. പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞതിന് ശേഷം മാത്രമേ എല്ലാവരും ലീവ് ആകാവൂ എന്ന് വളരെ വിനയത്തോടെ ഓർപ്പിക്കുന്നു. ഇപ്പോൾ നമുക്കറിയാം, ഇത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നടന്ന ഒരു ശുശ്രൂഷയാണ്. അപ്പോൾ ഇത് ഫുൾ അറ്റൻഡൻസ് ലഭിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പ്രത്യേക സമ്മാനങ്ങൾ നൽകും എന്ന് പറഞ്ഞു. മാത്രമല്ല, ഓരോ ക്ലാസ്സിലും പരീക്ഷകൾ ഇട്ടിരുന്നു. അതിലും നല്ല വിജയം നേടിയ കുഞ്ഞുങ്ങളുണ്ട്. അവരുടെ പേര് വിവരങ്ങൾ ഇവിടെ ഇപ്പോൾ സ്ക്രീനിൽ പ്രദർശിപ്പിക്കുന്നതാണ്. ബ്രദർ പ്രൈസ് സണ്ണി അത് ആ ചുമതല ഏറ്റെടുത്ത് നിർവഹിക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ ക്ഷണിച്ചോളൂ. ദൈവത്തിന് മഹത്വം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ നമ്മൾ നമ്മുടെ സൺഡേ സ്കൂളിൽ സ്ഥിരമായി അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ജോയിൻ ചെയ്ത് ഒരു ദിവസം പോലും ആബ്സെന്റ് ആവാതെ നമ്മുടെ കുഞ്ഞുങ്ങൾ എല്ലാ ദിവസവും അറ്റൻഡ് ചെയ്തു. അവരുടെ പേരുകൾ ഇപ്പോൾ ഞാൻ വായിക്കുന്നതായിരിക്കും. ഓരോ ക്ലാസ് വായിക്കും, അതിനുശേഷം അവരുടെ പേരുകൾ. ക്ലാസ് 2 ഹന്ന ബിജോയ് തോമസ്, കെൻ പോൾ പണിക്കർ, എമിലിൻ എബി, ഈതൻ സാമുൽ സിജു, ഇവാനിയ സെറ സിജു. ക്ലാസ് 3A ജെറിയ ലോറൻസ്, സാറ നെവിൻ. ക്ലാസ് 4A ലിയോൺ റോബിൻ, സാക് നെവിൻ തോമസ്, ജോവാ ഷാർ ഡാനിയൽ. ക്ലാസ് 4B ജസിൽ സി ജോസ്. ക്ലാസ് 5 കെവിൻ പോൾ പണിക്കർ, ജെഫിയ സൂസൻ ജോ. ക്ലാസ് 6 ഗായസ് സാം എബ്രഹാം, ജിഷ ഷാജി തോമസ്, ഷെയ്ൻ ബാബു ബിനോജ്, ഹന്ന ആൻ എബ്രഹാം. ക്ലാസ് 7 ജോസിയ ജോ എബ്രഹാം, ഏബൽ മാമൻ ബിജു, സ്റ്റീഫൻ ജോർജ് തോമസ്, ആരൺ ബിനു തോമസ്. ക്ലാസ് 8 കൃപ മേരി ജോൺ, ജോഹാൻ മാത്യു രാജൻ, ജോഹനൻ മാത്യു, ആരൺ എബി ജോർജ്. ക്ലാസ് 10 സ്നേഹ പി സാം, എമി ആൻഡ് രാജൻ. ക്ലാസ് 11 ക്രിസ്റ്റീന പി വിൽസൺ. ക്ലാസ് സീനിയേഴ്സ് അക്സ ആൻഡ് ബിനു, ക്രിസ്വിൻ വർഗീസ് മാത്യു. ഈ കുഞ്ഞുങ്ങളാണ് തുടർച്ചയായിട്ട് ഒരു ദിവസം പോലും ആബ്സെന്റ് ആവാതെ തുടർച്ചയായി ജോയിൻ ചെയ്തു. ഇനി നമ്മൾ വായിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ ഏറ്റവും അധികം ആഗ്രഹിച്ച് ഇപ്പോൾ അവിടുന്ന് കേൾക്കാനായിട്ട് ഇടയാകുന്ന കാര്യം എന്ന് വെച്ചാൽ അവർ എക്സാം എഴുതി ആ റിസൾട്ട് നമ്മളിപ്പോൾ പറയാനായിട്ട് പോവുകയാണ്. ഓരോ ക്ലാസ്സും അവരുടെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്നീ ഓർഡറിലായിട്ട് നമ്മളിപ്പോൾ വായിക്കാനായിട്ട് പോവുകയാണ്. ആദ്യമായിട്ട് ക്ലാസ് 1 ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു അബിഗെയിൽ ബി, സെക്കൻഡ് ജാനറ്റ്, തേർഡ് എയ്ഡൻ. അടുത്തതായിട്ട് ക്ലാസ് 2 ഫസ്റ്റ് പ്രൈസ് 4 പേർക്കുണ്ട്. കെൻ പോൾ പണിക്കർ, ഹന്ന ബിജോയ്, ഫേബ ബിജോയ്, എലിസബത്ത് റോബിൻസൺ. സെക്കൻഡ് 3 പേർക്കാണുള്ളത്. ഡൊണാൾഡ് ഷൈജു, എമിലിൻ കെ എ, ഇവാനിയ സെറ സിജു. തേർഡ് പ്രൈസ് 3 പേർക്കാണുള്ളത്. ജോഷുവ ഷൈജു, റിച്ചാർഡ് തോമസ്, ഈതൻ സാമുൽ സിജു. അടുത്ത ക്ലാസ് 3A ഫസ്റ്റ് ജെഡിയ ലോറൻസ്, സെക്കൻഡ് സാറ നെവിൻ, തേർഡ് ജുവാന കെ ദാസ്. അടുത്ത 3B ആണ്. അവിടെ ഫസ്റ്റ് ഗായസ് ഗോഡ്സൺ ആൻഡ് സെക്കൻഡ് ഏബൽ ഡി. ക്ലാസ് 4A ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു ലിയോൺ റോബിൻ, സെക്കൻഡ് ജിയാൻ സ്കറിയ ബിനോജ്, തേർഡ് 2 പേർക്കാണുള്ളത്. ജോയൽ മാത്യു തോമസ് ആൻഡ് ഹന്ന ഗ്രേസ് ഷിബിൻ. ക്ലാസ് 4B ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു ഹെപ്സീബ അന്ന, സെക്കൻഡ് ജസിൽ സി, തേർഡ് കാരിസ് അബിഗേൽ. അടുത്തായിട്ട് ക്ലാസ് 5 ആണ്. അവിടെ ഫസ്റ്റ് ജെഫിയ സൂസൻ ജോ, സെക്കൻഡ് ബസലേൽ സജി ആൻഡ് തേർഡ് റൂബൻ ബാബു പോൾ. ക്ലാസ് 6 ഫസ്റ്റ് ഗോസ് ടു ഗായ സാം എബ്രഹാം, സെക്കൻഡ് ഈതൻ എബിസൺ, തേർഡ് ജിഷ ഷാജി തോമസ്. ക്ലാസ് 8 ലിയ സൂസൻ ഷോജി, സെക്കൻഡ് ഗോസ് ടു ലോയിസ് പി ജോബി, തേർഡ് അസ്ന മധു. ക്ലാസ് 9 ഫസ്റ്റ് ഗോസ് ടു ഡേവിഡ് ജൂഡ്, സെക്കൻഡ് ജെറാൾഡ് ബ്ലസൻ, തേർഡ് 2 പേർക്കാണുള്ളത്. ഹന്ന കെ ജെ ആൻഡ് റൂബൻ തോമസ്. ക്ലാസ് 10 ഫസ്റ്റ് പ്രൈസ് എമി ആൻഡ് രാജൻ,
സെക്കൻഡ് നിസി സാറ റോയ് 2 പേർക്കാണുള്ളത്. ബെന സൂസൻ സാം. തേർഡ് 2 പേർക്കാണുള്ളത്. ഹെയ്ഡൻ തോമസ് ഷിബു ആൻഡ് ആരൺ പ്രസാദ്. ക്ലാസ് 11 ഫസ്റ്റ് ഗോസ് ടു ഡാനി ജൂഡ്, സെക്കൻഡ് ജോഷു എബ്രഹാം തോമസ്, തേർഡ് ഏഞ്ചൽ സൂസൻ എബി. ഈ കുഞ്ഞുങ്ങളെ ദൈവം ധാരാളമായി സഹായിക്കട്ടെ. അടുത്ത പ്രാവശ്യവും ഫസ്റ്റ് മേടിക്കാൻ എന്തൊക്കെയാണ് പ്രിയ മക്കളെ ദൈവം സഹായിക്കട്ടെ. ഓവർ ടു ജെയിംസ് അങ്കിൾ. പ്രത്യേകിച്ച് ഫുൾ അറ്റൻഡൻസ് കിട്ടിയ കുഞ്ഞുങ്ങളെയും നല്ല മാർക്ക് വാങ്ങിയവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിൽ സംബന്ധിച്ച് എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ചുരുക്കമായി കൃതജ്ഞത വോട്ട് ഓഫ് താങ്ക്സ് അറിയിക്കുവാനായി ബ്രദർ നെവിൻ ടോം ജോണിനെ ക്ഷണിച്ചുകൊള്ളും. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ പെട്ടെന്ന് തന്നെ കൃതജ്ഞത അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആദ്യമായിട്ട് തന്നെ വലുവനായ ദൈവത്തിന് എല്ലാ സകല നന്ദിയും അർപ്പിക്കുകയാണ്. ഈ പ്രോഗ്രാം വളരെയധികം അനുഗ്രഹമായി തീരുവാൻ തക്കണം വലുവനായ ദൈവം നമ്മളെ സഹായിച്ചു. അതുപോലെ തന്നെ പ്രോഗ്രാം ലീഡ് ചെയ്ത പ്രിയ ജെയിംസ് അങ്കിളിനുള്ള നന്ദിയും ഈ സമയത്ത് അറിയിക്കുകയാണ്. അതുപോലെ തന്നെ പ്രോഗ്രാം മാജിക് ബോക്സ് എന്നുള്ള സ്പെഷ്യൽ പ്രോഗ്രാം അവതരിപ്പിച്ച അതിന് പിന്നിൽ വളരെയധികം അധ്വാനമുണ്ട് എന്ന് നമ്മൾ കണ്ടു. അത് എല്ലാം അറേഞ്ച് ചെയ്ത് അവതരിപ്പിച്ച പ്രിയ സഹോദരന്മാരായ ധർമ്മരാജ്, ഗോഡ്സൺ വാലയിൽ, അതുപോലെ റീച്ചാനുള്ള നന്ദി സുശേഷം ബാലസം പത്തനംതിട്ട സെന്ററിന്റെ വകയായിട്ട് അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാൻ വേണ്ടി കുട്ടികൾ വളരെയധികം എഫേർട്ട് ഇത് എടുത്തിട്ടുണ്ട്. അവരുടെ സമയം ഇതിനായിട്ട് വിനിയോഗിച്ചു. അവരോടുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. അതുപോലെ തന്നെ ടീച്ചേഴ്സ് അവരെ നിരന്തരം കോണ്ടാക്ട് ചെയ്ത് ഈ പ്രോഗ്രാംസ് എല്ലാം അറേഞ്ച് ചെയ്തതിന് അവരോടുള്ള നന്ദിയും ഈ സമയത്ത് അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ന് പ്രോഗ്രാമിന് ജോയിൻ ചെയ്ത എല്ലാ കുട്ടികളോടും ടീച്ചേഴ്സിനോടും പേരൻസിനോടും ഉള്ള നന്ദി ഈ സമയത്ത് സുശേഷം ഭാരസം പത്തനംതിട്ട വകയായിട്ട് അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരോടുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുകയാണ്. ദൈവം എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഓക്കെ, താങ്ക് യു നെവിൻ. നമ്മൾ ഈ ശുശ്രൂഷ ഇവിടെ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുവാനായിട്ട് പോവുകയാണ്. ദൈവം നമ്മോട് കാണിച്ച എല്ലാ നന്മകളെയും ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദിയും സ്നേഹം അറിയിച്ചു കൊള്ളുന്നു. ഇതിൽ സംബന്ധിച്ച പേരൻസ് ഉണ്ട്. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് കൊല്ലത്ത് നിന്ന് പ്രിയ തോമസ് സാമുവേൽ അച്ചായൻ, ആന്റി, മറ്റനേക പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, നന്ദിയും സ്നേഹം അറിയിക്കുന്നു. അനുഗ്രഹീത കർത്തൃദാസൻ എബി കെ ജോർജ് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഈ സൺഡേ സ്കൂൾ ആനിവേഴ്സറി ഇവിടെ പര്യവസാനിക്കുകയാണ്. ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രിയപ്പെട്ടവനെ ക്ഷണിച്ചുകൊള്ളു. നമുക്ക് പ്രാർത്ഥിക്കാം. മഹത്വമുള്ള ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹീതമായ സമയത്തിനാട് ഞങ്ങൾ നന്ദിയോടെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും മാതാപിതാക്കൾക്കും ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ നിലയിൽ ഈ പ്ലാറ്റ്ഫോമിലൂടെ കുഞ്ഞുങ്ങളുടെ സൺഡേ സ്കൂൾ വാർഷികം വളരെ അനുഗ്രഹത്തോടെ നടപ്പാൻ കർത്താവ് അനുവദിച്ചതിനാട് നന്ദിയോടെ സ്തോത്രം. ചില വർഷങ്ങൾക്ക് മുൻപ് കോവിഡിൻ്റെ ഭീതിയാൽ കർത്താവെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ദൈവവചനം പഠിക്കുവാനോ ആത്മീയമായിട്ടുള്ള കൂട്ടായ്മ അനുഭവിപ്പാനോ ഒന്നും ഇടയായി തീരാതെ ഭവനങ്ങളിൽ കഴിഞ്ഞപ്പോൾ വളരെ പ്രാർത്ഥനയോടുകൂടി ആരംഭിച്ച ഈ ശുശ്രൂഷ ഇന്നും നിലനിൽക്കുന്നതിനാണ് നന്ദിയോടെ സ്തോത്രം. കഴിഞ്ഞ നാളുകൾ അനേക കുഞ്ഞുങ്ങൾക്ക് ദൈവവചനം പഠിക്കുവാൻ ഈ മുഖാന്തരത്തെ കർത്താവ് അനുഗ്രഹിച്ചതിനാണ് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനേക കുഞ്ഞുങ്ങൾക്ക് ഭവനത്തിൽ ഇരുന്നുകൊണ്ട് കർത്താവെ ദൈവവചനം പഠിക്കുവാൻ ഇങ്ങനൊരു അവസരം കർത്താവ് നൽകുന്നതിനാണ് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക. അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ സത്യത്തിൽ നടക്കുന്ന കാണുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കുന്നതിനാണ് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ഒരു വർഷം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് സൺഡേ സ്കൂൾ പഠിക്കുവാനും അതിൻ്റെ ആനിവേഴ്സറി എന്ന നിലയിൽ ഇന്ന് വൈകിയ സമയം വളരെ അനുഗ്രഹത്തോടെ ആ ശുശ്രൂഷ നടപ്പാൻ കർത്താവ് അനുവദിച്ചതിനാണ് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇതിന്റെ പിൻപിൽ പ്രവർത്തിക്കുന്ന മാതാപിതാക്കൾ, അധ്യാപകർ, ഇവരെയൊക്കെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഫലമേൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ചില ദിവസങ്ങളായി അവർ ഇതിന്റെ പിൻപിൽ വളരെ അധ്വാനിച്ചു. ആ ശുശ്രൂഷയെ കർത്താവ് ഇത്രത്തോളം അനുഗ്രഹിച്ചതിനാണ് നന്ദിയോടെ സ്തോത്രം. നെറ്റിന്റെയോ അങ്ങനെയുള്ള യാതൊരു ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ ഒന്നും ഉണ്ടാകുവാനിടയാകാതെ ഈ മാധ്യമത്തിലൂടെ ഈ ശുശ്രൂഷ വളരെ അനുഗ്രഹത്തോടെ നടപ്പാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി തീർത്തതിനാണ് നന്ദിയോടെ സ്തോത്രം. ഈ ശുശ്രൂഷയെ ലീഡ് ചെയ്യുവാൻ അങ്ങയുടെ ദാസന് കർത്താവ് കൊടുത്ത കൃപയ്ക്കാണ് നന്ദിയോടെ സ്തോത്രം. വിവിധ ശുശ്രൂഷകൾ ചെയ്ത ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കാണ് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രിയ റൈച്ചാന്, ധർമ്മരാജ് ബ്രദർ, ഗോഡ്സം ബ്രദർ, ഇവരെയൊക്കെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഫലമേൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കുഞ്ഞുങ്ങൾക്കാട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവർക്ക് കർത്താവ് കൊടുത്തിട്ടുള്ള എല്ലാ കഴിവുകൾക്കാട് നന്ദിയോടെ സ്തോത്രം. വരുന്ന നാളുകളിൽ ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ നിലനിൽപ്പാൻ സ്വർഗത്തിലെ ദൈവം മുഖാന്തരമാക്കി അങ്ങ് തീർക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ആരും ലോക സ്നേഹത്തിലേക്ക് ഇറങ്ങിപ്പോയി നഷ്ടപ്പെട്ടു പോകുന്ന കുഞ്ഞുങ്ങളായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിക്കരുതേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അവരെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഫലമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയെ 3 വർഷം സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിച്ചതിനാണ് നന്ദിയോടെ
നന്ദിയോടെ സ്തോത്രം. 4-ാം വർഷത്തിലേക്കും പ്രവേശിക്കുവാൻ കർത്താവ് അനുവദിച്ചു. അധ്യാപകർക്കാട് നന്ദിയോടെ സ്തോത്രം. അവരുടെ കഠിനാധ്വാനത്തെ കർത്താവ് അറിയുന്നുണ്ട്. അവരുടെ പ്രയത്നത്തെ കർത്താവ് അറിയുന്നതിനായിട്ട് സ്തോത്രം. സ്വർഗത്തിലെ ദൈവം അവർക്ക് പ്രതിഫലങ്ങൾ നൽകി അവരെ അനുഗ്രഹിക്കും. അതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. തന്ന എല്ലാ അനുകൂല സാഹചര്യങ്ങൾക്കാട് നന്ദിയോടെ സ്തോത്രം. ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഇരുന്ന് ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിന്റെ ബലമുള്ള കരങ്ങളിലേക്ക് ഞാൻ ഫലമേൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് ഇത്രത്തോളം സഹായിച്ചതിനായിട്ട് സ്തോത്രം. അങ്ങ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും അനുകൂല സാഹചര്യങ്ങൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. തുടർന്നുള്ള നാളുകളിലും കർത്താവിന്റെ വരവ് താമസിക്കുന്നുവെങ്കിൽ ഈ ശുശ്രൂഷയെ കർത്താവ് അനുഗ്രഹിക്കണം. അനേക കുഞ്ഞുങ്ങൾക്ക് ഇത് അവരുടെ ആത്മീകമായ വളർച്ചയ്ക്ക് പ്രയോജനം ഉതകത്തക്ക നിലയിൽ മുൻപോട്ട് പോകുവാൻ കർത്താവ് അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇതിന്റെ പിൻപിൽ മറ്റു നിലകളിലൊക്കെ പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ എല്ലാ സഹോദരന്മാർക്കായിട്ട് സ്തോത്രം. അവരുടെ പ്രയത്നത്തെ കർത്താവ് അറിയുന്നതിനായിട്ട് സ്തോത്രം. ഒരുപക്ഷെ അവരുടെയൊക്കെ പ്രയത്നം മറ്റുള്ളവർ അറിയുന്നില്ല എങ്കിലും സ്വർഗത്തിലെ ദൈവം അറിയുന്നുണ്ട്. അവരുടെ പ്രയത്ന കർത്താവ് മാനിക്കുന്നവരെ കൃപയ്ക്കായിട്ട് സ്തോത്രം. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടനാട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇത്രത്തോളം കർത്താവ് ഞങ്ങളെ സഹായിച്ചു. മഹത്വമെല്ലാം ഞങ്ങൾ കർത്താവിന്റെ പാദത്തിൽ അർപ്പിക്കുന്നു. വേഗം വരെ കർത്താവിന്റെ രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ അതിമഹത്വനാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാണമേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ ജോയിൻ ചെയ്ത എല്ലാ കുഞ്ഞുങ്ങളുടെ മേലും അധ്യാപകരുടെ മേലും ലോകമെമ്പാടുമുള്ള സകല വിശുദ്ധന്മാരുടെ മേലും ഈ ശുശ്രൂഷയുടെ മേലും ഇപ്പോഴും എന്നേക്കും കർത്താവിന്റെ മടങ്ങി വരുവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ. നമ്മുടെ ഈ സൺഡേ സ്കൂൾ ആനിവേഴ്സറി അവസാനിച്ചിരിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അടുത്ത ഞായറാഴ്ച രാവിലെ 7 മണിക്ക് സൺഡേ സ്കൂൾ ഉണ്ടായിരിക്കും. അതിലേക്ക് നമുക്ക് സന്തോഷത്തോടെ കടന്നു വരാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഓക്കെ.